ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആപ്കി അദാലത്തിൽ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് സിനിമാ ലോകത്തെ ഒരു നക്ഷത്രമായി തിളങ്ങിയ, ഏകദേശം ഒരു 40 വർഷമായി നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു വ്യക്തി. 100 പടത്തിൽ കൂടുതൽ ചെയ്തു കഴിഞ്ഞു. ചില സമയം കോമഡി, ചില സമയം ട്രാജഡി, ചില സമയം ഹീറോയായി, ചില സമയം അച്ഛനായി, ചില സമയം കോപത്തിൽ. ഓരോ രൂപത്തിലും നിങ്ങൾ ഈ സൂപ്പർ സ്റ്റാറിനെ കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് വെൽക്കം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എവർഗ്രീൻ അനിൽ കപൂർ. ആപ്കി അദാലത്തിൽ ഇനി നമ്മൾ സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ജഡ്ജിയായ JNUവിലെ ഒരു ഫോർമർ പ്രൊഫസർ, വളരെ പ്രശസ്തനായ ഒരു റൈറ്ററാണ്, തിങ്കറാണ്, ഡോക്ടർ പുഷ്പേഷ് പന്ത്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ നമ്മൾ തുടങ്ങുന്നതിന് മുൻപ്, ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ജഡ്ജിയോട് അതിനുള്ള അനുവാദം നമുക്ക് ആദ്യം ചോദിക്കാം. അതിനുശേഷം തുടങ്ങാം. വിചാരണ ആരംഭിക്കാം. ആപ്കി അദാലത്തിലെ വിചാരണ നമുക്ക് തുടങ്ങാം. ആപ്കി അദാലത്തിലെ ആദ്യത്തെ കുറ്റാരോപണം സൂപ്പർ സ്റ്റാർ അനിൽ കപൂറിന്റെ മേൽ. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ അനിൽ കപൂറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം സ്വയം വശീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അനിൽ സാർ, താങ്കൾ കണ്ണാടിയിൽ താങ്കളെ തന്നെ കാണുന്ന സമയത്ത് താങ്കളോട് തന്നെ ഒരു പ്രേമം തോന്നാറുണ്ടോ? അങ്ങനെയല്ല. ആക്ച്വലി ഈ ലോകത്തിലെ ഏതൊരു ആർട്ടിസ്റ്റ് ആയാലും ആദ്യം അവന്റെ തന്നെ ഫാൻ ആയിരിക്കും, സെൽഫ് അബ്സസ്ഡ് ആയിരിക്കും. എല്ലാരും അങ്ങനെയാ. ഇതിൽ കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ട്രാൻസ്പെറന്റ് ആണ്, ഞാൻ ഹോണസ്റ്റ് ആയിട്ടുണ്ട്, ഞാൻ സത്യം മാത്രമേ പറയുന്നുള്ളൂ. മറ്റുള്ളവരൊന്നും സത്യം പറയുന്നില്ലെന്ന് തോന്നുന്നു. അതെന്താന്ന് വെച്ചാൽ ഞാനൊരു സത്യം പറയണമെന്ന് വിചാരിക്കുന്നു. എപ്പോഴെങ്കിലുമൊക്കെ കണ്ണാടി നോക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ആൾക്കാരെ ചിരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ചില സമയം മറ്റേ എന്റെ കണ്ണാടി പിടിക്കുന്ന എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ദീപക് 35 വർഷമായിട്ട് എന്റെ കൂടെ തന്നെയുള്ളത്. അവന്റെ അടുത്ത് ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, എടാ കുറച്ച് കോൺഫിഡൻസ്. ഞാൻ കണ്ണാടി നോക്കുന്ന സമയത്ത് മറ്റുള്ളവർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. നീ സുന്ദരനല്ലേടാ, സുന്ദരനാണ്. ഇതൊക്കെ മറ്റുള്ളവരെ സന്തോഷപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നത്. പലരും പറയാറുണ്ട് കണ്ണാടി മാത്രമല്ല വേറെന്തെങ്കിലും, അതായത് ഈ സിഗരറ്റിന്റെ കവറിന്റെ പ്ലാസ്റ്റിക് കണ്ടാൽ തന്നെ, അല്ലെങ്കിൽ വെള്ളം കണ്ടാൽ അതിലും മുഖം നോക്കുമെന്നാ പറയുന്നത്. ജസ്റ്റ് മുഖം മാത്രം കാണണോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. താങ്കളുടെ സുഹൃത്ത് അനുപം ഖേർ, അദ്ദേഹം പറയുന്നു അനിൽ കപൂറിനോട് നമ്മൾ പോയി 2 എത്രാന്ന് ചോദിച്ചാൽ അദ്ദേഹം 2 4 അനിൽ കപൂർ എന്ന് പറയുന്നു. കാരണം ഞാൻ എങ്ങനെ പണിയെടുക്കുന്നതെന്ന് വെച്ചാൽ, ഒരാൾ ചെയ്യാൻ പറ്റാത്ത പണി, അതായത് ഒരാൾ ചെയ്യാൻ പറ്റാത്ത 4 പേരുടെ പണി ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തു തീർക്കും. ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെടും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഈസിയിലെ ഇപ്പോഴല്ല, താങ്കൾക്ക് കുട്ടിക്കാലം മുതലേ ഉണ്ട്. താങ്കൾ കുട്ടിക്കാലത്ത് താങ്കളുടെ പഴയ വീട്ടിലുള്ള സമയത്ത് താങ്കളുടെ അച്ഛനും ബോണി ഇവരെല്ലാവരും ഉള്ള സമയത്ത് താങ്കളുടെ ഒരു നെയ്ബർ അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, രാവിലെ ടെറസിന്റെ മുകളിൽ വെച്ച് ഒരു പയ്യൻ വിചിത്രമായിട്ട് എന്തൊക്കെയോ ചെയ്യും, മുഖമൊക്കെ എന്തൊക്കെയോ കാണിക്കും. കപൂറിന്റെ വീട്ടിൽ ഏതോ ഭ്രാന്തം വന്നെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോഴും എന്നെ എന്തോ ഭ്രാന്തനായിട്ടാ കാണുന്നത്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഏകദേശം 40 വർഷം എടുത്തു. അന്നൊക്കെ നോക്കുവാണെങ്കിൽ ഞാൻ ഈ മറ്റേ ടെറസിലൊക്കെ പോയി നിന്നിട്ട് ആർട്ടിസ്റ്റ് ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, ആക്ടർ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്തെങ്കിലും ഒരു പണി എനിക്ക് വേണം, ചെറിയ പണിയാണെങ്കിൽ കുഴപ്പമില്ല, എനിക്കൊരു ആക്ടർ ആയിട്ടോ എന്തെങ്കിലും ഒരു പണി കിട്ടിയാൽ മതി. അതിനുള്ള ശ്രമമൊക്കെ ഞാൻ നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോഴും എനിക്ക് പണി എന്തെങ്കിലും വേണം, എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാമോ? അത്ര വിശപ്പിലുമാണ് ഞാൻ, അത്ര കുറച്ച് വട്ടിലുമാണ് ഞാൻ. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. 100 പടം അഭിനയിച്ചതിന് ശേഷം താങ്കളുടെ വിശപ്പ് അടങ്ങിയില്ലേ? ഇപ്പോഴാ വിശപ്പ് ആരംഭിച്ചേക്കണേ, സത്യമായിട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ ഈ കാര്യത്തിനെ കുറിച്ച് താങ്കൾ പറയൂ. താങ്കൾ കുട്ടിക്കാലത്ത് പ്രൊഡ്യൂസർ ആകാനാണ് ആഗ്രഹിച്ചത്, ബോണിയാണ് ആർട്ടിസ്റ്റ് ആകാൻ ആഗ്രഹിച്ചതെന്ന്?
ഇല്ലില്ല, ഞാൻ ബോണിയുടെ ഒപ്പം പറയണമെങ്കിൽ ഒരു ചെറിയ പാർട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹത്തിനൊപ്പം ഒരു ചെറിയ പ്ലേ ചെയ്തിരുന്നു. ആ പ്ലേയിൽ അദ്ദേഹം എൻ്റെ ഫാദറിൻ്റെ റോളാണ് പ്ലേ ചെയ്തത്. പിന്നെ എനിക്കറിഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ റോളാണ് ചെയ്തിരുന്നത്. അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ അദ്ദേഹം എന്നേക്കാൾ 1 വയസ്സിൻ്റെ മൂപ്പുള്ളൂ ശരിക്കും. താങ്കളെക്കാൾ 1 വയസ്സിന്റെ മൂപ്പേ ഉള്ളൂ, അദ്ദേഹം താങ്കൾക്ക് അച്ഛനെ പോലെയാണ്. അദ്ദേഹം ഞാൻ ഈ ഇന്റർവ്യൂ കണ്ട അത്രേ ഉള്ളൂ. സോ ഇതൊക്കെ എൻ്റെ ഒരു പ്ലാനിങ് ആയിരുന്നു. വലിയ ചേട്ടൻ അച്ഛൻ്റെ റോൾ, അർജുന ആരംഭഘട്ടത്തിൽ നിന്ന് ചിറ്റപ്പനാക്കും ഞാൻ. കറക്റ്റ് അല്ലേ ഞാൻ ചെയ്തത്? അപ്പോഴല്ലേ എനിക്കൊരു ഹീറോ ആയിട്ട് പണി കഴിക്കാൻ പറ്റുള്ളൂ ഇവിടെ. സർ, താങ്കൾ ഇത്രത്തോളം യങ് ആയിരിക്കുന്നതിന്റെ രഹസ്യം എന്താണ്? കാണാൻ മാത്രം. എടോ, ഞാൻ ശരിക്കും എങ്ങാണ്. ഞാൻ ശരിക്കും എങ്ങാ. അതായത് താങ്കളുടെ ജ്യേഷ്ഠന് 61 വയസ്സ്. അദ്ദേഹം കുറച്ച് പ്രായമുള്ള വ്യക്തിയായിട്ട് കാണുന്നുണ്ട്, പക്ഷേ താങ്കൾ ഇപ്പോഴും യങ് ആയിട്ട് തന്നെയാണ്. ഇനിയും കുറച്ച് മാസം കഴിഞ്ഞാൽ എനിക്കും 61 വയസ്സ് അങ്ങോട്ട് ആവുന്നേ. അയ്യോ, എന്ത് പറയാൻ, ഞാൻ സന്തോഷമായിട്ടിരിക്കുക, സന്തോഷമായിട്ട്. എനിക്ക് ഇത്ര സ്നേഹം കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാം കാണുന്നല്ലേ, നിങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഇത്ര സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാനിരുന്ന് ഇപ്പം കാണുന്നു. എനിക്ക് ശരിക്കും എന്താ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എല്ലാത്തിനും നന്ദി. പക്ഷെ താങ്കളുടെ തുടക്കകാലത്ത് അങ്ങനെ അല്ലായിരുന്നല്ലോ. ഞാൻ കേട്ടത് താങ്കളുടെ ആദ്യത്തെ പടം, അതിൽ താങ്കൾ ശശി കപൂറിന്റെ കുട്ടിക്കാലമാണ് ചെയ്തത്. പക്ഷെ ആ പടം റിലീസായതേയില്ല. താങ്കൾ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷന് വേണ്ടി പോയപ്പോൾ അവർ താങ്കളെ റിജക്ട് ചെയ്തെന്ന് കേട്ടു. റോക്കി പടത്തിൽ ചാൻസിന് വേണ്ടി ഡയറക്ടർ ദത്ത സാറിന്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹവും റിജക്ട് ചെയ്തെന്നാണല്ലോ കേട്ടത്. എനിക്കറിഞ്ഞ് ഞാൻ ഒബ്സസ്ഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഇതൊക്കെ സംഭവിച്ചു കാണും തോന്നുന്നു എനിക്ക്. അതുകൊണ്ടാണ് അനുപം സാർ എപ്പോഴും വന്ന് പറയുന്നത് 1 അല്ല 4 അനിൽ കപൂർ ഉണ്ടെന്ന്. ഈ റിജക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എനിക്കറിഞ്ഞ് തീർച്ചയായിട്ടും ആവശ്യമാണ്, വളരെ അത്യാവശ്യം. എസ്പെഷ്യലി ഐ തിങ്ക് നമ്മുടെ ഈ കരിയറുടെ ഇനിഷ്യൽ സ്റ്റേജസിൽ, എൻ്റെ ഈ കരിയറിൽ എന്തൊരു കാര്യം ആരംഭിക്കുന്ന സമയമായാലും, അത് ഫെയിലിയേഴ്സിൽ നിന്ന് ആരംഭിച്ചാലും അല്ലെങ്കിൽ റിജക്ഷനിൽ നിന്ന് ആരംഭിച്ചാലും, അത് എന്തെങ്കിലും ഒരു വിധത്തിൽ നമുക്ക് നല്ല രീതിക്ക് കഷ്ടപ്പെടാനായിട്ട്, നമ്മുടെ മേൽ തന്നെ അബ്സസ് ആവാനായിട്ട് ഒരു വഴി ഉണ്ടാക്കി തരുന്നുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടമാണ്. ഒരുപക്ഷെ ഈ ഒബ്സഷൻ താങ്കൾ വിജയിച്ചതിന് ശേഷം ഒരു സൈഡിൽ ദിലീപ് കുമാർ, മറ്റൊരു സൈഡിൽ അമിതാഭ് ബച്ചൻ, ഇങ്ങനെയുള്ള ലെജൻഡ്സിനോടൊപ്പം ചാൻസ് കിട്ടാൻ വേണ്ടിയാണോ? അതെന്റെ പ്ലാനിങ് ആയിരുന്നു. ശക്തിയെ കുറിച്ച് പറയണമെങ്കിൽ, ശക്തിയിൽ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ജാവേദ് സാറ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, അതായത് ഒരു റോളുണ്ട്, അമിതാഭിന്റെ സണ്ണിന്റെ റോളാ. അതുപോലെ നമ്മുടെ ഈ ദിലീപ് കുമാർ സാറില്, അദ്ദേഹമാണ് മുത്തച്ഛന്റെ റോൾ ചെയ്തത്. ആഹാ, ഇത് കൊള്ളാലെന്ന് ഞാൻ വിചാരിച്ചത്. സൺ, അച്ഛൻ, പിന്നെ മുത്തച്ഛൻ, 2 ആർ ദ ഗ്രേറ്റസ്റ്റ് ആക്ടേഴ്സ്, ദിലീപ് കുമാർ ആൻഡ് അമിതാഭ് ബച്ചൻ. ആക്ച്വലി അപ്പോൾ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു, എങ്കിലും ഞാനൊരു ഗ്രേറ്റ് ആയിട്ടാണ് കരുതിയത്. അന്ന് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു സിനിമയോ ഇങ്ങനെ ഒരു കാസ്റ്റിങ്ങോ ആരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ നോക്കിയാൽ മുകളിലുള്ള മനുഷ്യനത് കേട്ട്. അതായത് ആ സിനിമ റിലീസായി കഴിഞ്ഞു, അതിനിടയ്ക്ക് എൻ്റെ മറ്റേ 7 ഡേയ്സ് റിലീസായി. ആ 7 ഡേയ്സ് സിനിമയും ഹിറ്റായി. പിന്നെ കാൽക്കട്ടയിൽ നിന്ന് എൻ്റെ ഒരു ഫാൻ ആ സിനിമയുടെ ഒരു പോസ്റ്റർ അയച്ചു തന്നു, ശക്തിയുടെ പോസ്റ്റർ. അതിൽ ഞങ്ങളുടെ 3 പേരുടെയും ഫോട്ടോസ് ഉണ്ടായിരുന്നു. യൂസഫ് സാർ, ദിലീപ് കുമാർ സാർ, അമിതാഭ് സാർ, പിന്നെ എൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് അതൊരു സൂപ്പർ ഹിറ്റ് സിനിമയാണ്. സിനിമ വലിയ റോളൊന്നുമില്ല എനിക്ക്. ആക്ച്വലി ആ റോൾ എങ്ങനെയായിരുന്നു വെച്ചാൽ, ഒരുപാട് പേര് ആ സിനിമ ഇതുവരെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. കാരണം ബിഗിനിങ്ങിൽ ഞാനൊരു 2 സെക്കൻഡ് മാത്രം വരും. പിന്നെ എൻ്റെ അമിതാഭ് സാർ മരിച്ചതിന് ശേഷം ഒരു കൊച്ചു റോൾ ഉണ്ടാവും എനിക്ക്. പിന്നെ പൊതുവെ കുറച്ച് പേർ ലേറ്റായിട്ട് വരുന്നവർ ആരും എന്നെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പിന്നെ അമിതാഭ് സാർ മരിച്ചതിന് ശേഷം എന്നെ ആരും നോക്കത്ത് പോലുമില്ല, എല്ലാവരും എണീറ്റ് പോവില്ല അവിടുന്ന്. ആരും എന്നെ കണ്ടു കാണില്ല. പക്ഷെ പോസ്റ്ററിൽ പിന്നെ ടൈറ്റിൽസിലൊക്കെ എൻ്റെ പേരുണ്ടാവും. അതായത് നോക്കുവാണെങ്കിൽ ഈ എന്ത് പറയും, മറ്റേ ഹിസ്റ്റോറിയൻസ് ഒക്കെ ഉണ്ടല്ലോ, അവർ ചില സമയത്ത് നമ്മൾ മറന്നേക്കും നമ്മുടെ ജീവിതത്തിൽ എന്താ നടന്നതെന്നുള്ളത്. ജീവിതത്തിലൊക്കെ ഹിസ്റ്റോറിയൻസ് എൻ്റെ പേര് എഴുതുന്നോ ഇല്ലയോ, ഞാൻ അങ്ങോട്ട് എഴുതിയേക്കാം എൻ്റെ ഹിസ്റ്ററിയിലോട്ട്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ അമിതാഭ് ബച്ചൻ എപ്പോൾ മുതലാണോ ഹിറ്റ് കൊടുക്കാൻ തുടങ്ങിയത്, അപ്പോൾ മുതൽ താങ്കൾ ഹിറ്റ് കൊടുക്കാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ അദ്ദേഹം മുത്തച്ഛൻ്റെ വേഷമാണ് ചെയ്യുന്നത്, പക്ഷെ താങ്കൾ ഇപ്പോഴും ഹീറോ വേഷമാണ്. അതായത് കൊച്ചു പ്രായത്തിൽ തന്നെ ഞാൻ മുത്തശ്ശൻ്റെ റോൾ ഇട്ട് ഈശ്വറിൽ. അതായത് സാക്ഷാൽ ഈശ്വരൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് ഒരു 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 കൊച്ചു ടാബ്ലറ്റ് കിട്ടി എനിക്ക്. സോ അത് കഴിച്ചത് കൊണ്ട് ഈശ്വരൻ എന്നെ നോക്കുന്നത്, അവരുടെ സ്നേഹം കിട്ടി. ഇപ്പോഴും ഞാൻ ശ്രമിക്കുന്നുണ്ട്, എന്തെങ്കിലും എനിക്കൊരു റോള് കിട്ടുവാണെങ്കിൽ ലീഡിങ് റോൾ എന്നൊക്കെ പറയും അവർ വന്ന്. ബട്ട് ആക്ച്വലി അങ്ങനെയൊന്നും ഇല്ല രജത് സാർ.
ഞാൻ ഇതുവരെ യൂസഫ് സാറിനടുത്തോ അമിതാഭ് സാറിനടുത്തോ പഠിച്ച കാര്യങ്ങൾ. ആക്ച്വലി ഞാൻ യൂസഫ് സാറിനെയും അമിതാഭ് സാറിനെയാണ് ഫോളോ ചെയ്യുന്നത്. യൂസഫ് സാർ, പിന്നെ ഞാൻ ദിലീപ് കുമാർ സാറിനെ എന്താ അങ്ങനെ വിളിക്കുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ഡാഡി അദ്ദേഹത്തിന് യൂസഫ് സാറിനാണ് വിളിക്കുന്നത്. പിന്നെ എൻ്റെ ഡാഡി മുഗളി അസാമിൽ അസിസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ യൂസഫ് സാറിൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാ. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും യൂസഫ് സാർ എന്നേ വിളിക്കത്തുള്ളൂ, ദിലീപ് കുമാർ സാറിനെ. അതുകൊണ്ടാണ് ഞാൻ യൂസഫ് സാറിന് വിളിക്കുന്നത്. പിന്നെ അമിത് സാർ, ഈ ഒരു ലെജൻഡ് ഉണ്ടല്ലോ എനിക്കറിഞ്ഞ്, നമ്മുടെ ഇന്ത്യയുടെ ലെജൻസ്. എനിക്കറിഞ്ഞ് ഇന്ത്യയിൽ ഇത് കൂട്ട് ലെജൻസ് ഇല്ല. ഇതിനുശേഷം ആരും അങ്ങനെ ഒന്നും വരാൻ പോകുന്നില്ല. അങ്ങനെയുള്ളവർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവരുടെ മുമ്പിലൊക്കെ ഞാൻ വേറെ ഒരു കൊച്ചു ആർട്ടിസ്റ്റ് മാത്രമാണ്. ഞാൻ ഇതുവരെ പഠിച്ചത് തന്നെ അവരെ കണ്ട് തന്നെയാണ് സർ, ടു ബി ഹോണസ്റ്റ്. താങ്കൾ ദിലീപ് സാറിനോടൊപ്പം 3 സിനിമകൾ ചെയ്തു. വളരെ കുറച്ച് വ്യക്തികൾക്ക് മാത്രമേ അദ്ദേഹത്തിനോടൊപ്പം 3 സിനിമകൾ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ താങ്കളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? താങ്കൾക്ക് പേടി തോന്നിയില്ലേ? അത്ര വലിയൊരു ആർട്ടിസ്റ്റ്, വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ അത്? അതായത് രജിത് സാർ, എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കും, നിങ്ങളുടെ ഈ വലിയ കരിയർ ഇതിനായിട്ടുള്ള റീസൺ എന്താണ്? ഐ എം എ ഗുഡ് ലിസണർ. നന്നായിട്ട് കേൾക്കും ഞാൻ നോക്കും, അബ്സർവ് ചെയ്യും, എന്നിട്ട് അതിൽ നിന്ന് പഠിച്ചെടുക്കും ഞാൻ. യൂസഫ് സാറിൻ്റെ അടുത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഞാൻ. അദ്ദേഹം അത്രയ്ക്കും കഷ്ടപ്പെടും. ഇപ്പോഴും എനിക്ക് നല്ല രീതിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം ഉറുദുവിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സ് പോലും എഴുതി വയ്ക്കുന്നത്. അതൊക്കെ പഠിച്ചെടുത്തു ഞാൻ. അതൊക്കെ ഞാൻ അഡോപ്റ്റ് ചെയ്തു. എപ്പോഴും ഞാനത് റിഹേഴ്സ് ചെയ്യും. അപ്പോൾ എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് ചോദിച്ചു, മോളിൽ പോയി എന്താ കാണിക്കുന്നതെന്ന്. ഞാൻ പോയിരുന്ന് ഡയലോഗ്സ് എഴുതിക്കൊണ്ടിരിക്കും. അപ്പോൾ നീ എന്താ റിഹേഴ്സ് ചെയ്യാൻ പോയോ, അതോ എന്തോ പറയുമല്ലോ, എന്താ സ്പീൽബർഗിൻ്റെ പടം ചെയ്യുവാണോ എന്ന്? എന്നെ സംബന്ധിച്ച് എല്ലാ പടവും സ്റ്റീവൻ സ്പീൽബർഗിൻ്റെ പടം തന്നെയാണ്. ഞാൻ ആ കാര്യമൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്താണ് പഠിച്ചെടുത്തത്, ഓരോ ഡയലോഗും. പിന്നെ ദാദയുടെ അടുത്ത് ഞാൻ ഒരുപാട് പഠിച്ചു. അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്തപ്പോൾ അശോക് കുമാർ, ഗ്രേറ്റ് അശോക് കുമാർ സർ, വൺ ഓഫ് ദി ഗ്രേറ്റ് ആക്ടേഴ്സ്. അശോക് കുമാർ, റിയലിസ്റ്റിക് നാച്ചുറൽ ആക്ടിംഗ്. അശോക് കുമാർ സാറും മോത്തിലാലും ചെയ്തത് എനിക്കറിഞ്ഞ് ഞങ്ങളെല്ലാവരും അവരുടെ അടുത്തു നിന്നാണ് പഠിച്ചത്, റിയൽ ആക്ടിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ സീനിയേഴ്സിൻ്റെ അടുത്തുനിന്നാണ് പഠിച്ചെടുത്തത്. യൂസഫ് സാറിൻ്റെ അടുത്തുനിന്ന് പഠിച്ചു. പിന്നെ ഞാൻ വന്ന് യങ്സ്റ്റേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്തപ്പോൾ ദിൽ ധഡക്നെ ദോ, സോയാക്തറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തു. പിന്നെ സ്ലം ഡോഗ് ബില്യണറിൽ ഞാൻ ചെയ്തു, ഡാനി ബോയലിൻ്റെ കൂടെയൊക്കെ. ആ സിനിമ എന്നെ ആരാ അഭിനയിപ്പിച്ചത്? എൻ്റെ മോനെ എന്നെ അഭിനയിപ്പിച്ചത് ഹർഷവർദ്ധൻ, എൻ്റെ 2ാമത്തെ മോൻ. അവൻ ഈ സ്ക്രിപ്റ്റ് പഠിച്ചതിന് ശേഷം ഡാഡി ഉടനെ നിങ്ങൾ ഈ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു. എടാ മോനെ, അത് പ്രിയങ്ക ചോപ്രയുടെ അച്ഛൻ്റെ റോളാ, പിന്നെ രൺവീർ സിംഗിന്റെ അച്ഛൻ്റെ റോളാ. ആക്ച്വലി പറയണമെങ്കിൽ ജനങ്ങൾ ഇതൊന്നും നോക്കുന്നില്ല, ആരുടെ ഫാദറാണ് ആരുടെ ഗ്രാൻഡ് ഫാദർ ആണെന്ന്. ജനങ്ങൾ ഒരു ക്യാരക്ടറാണ് നോക്കുന്നത്. ഇതൊരു കൊച്ചു പയ്യനാണ് ഇത് പറയുന്നത്. ഇതുപോലത്തെ കാര്യം ഞാൻ അവൻ്റെ അടുത്തുനിന്ന് പഠിച്ചു. ഞാൻ നോക്കണമെങ്കിൽ എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കും, എല്ലാം കേട്ടോണ്ടിരിക്കും. ഒരുപക്ഷെ ഇന്ന് ഇവിടുന്ന് ഞാൻ എന്തെങ്കിലും പഠിച്ചോണ്ടേ പോകത്തുള്ളൂ, പുതിയതായിട്ട് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചോണ്ടേ പോകത്തുള്ളൂ. ഇവിടെ ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട്. അവരോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാൻ പറയാം. കാരണം അവരുടെ അടുത്തും ധാരാളം ചോദ്യങ്ങളുണ്ട് താങ്കളോട് ചോദിക്കാൻ. എൻ്റെ അടുത്തും വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ട് താങ്കൾക്കെതിരായിട്ടുള്ള കുറ്റാരോപണങ്ങളായിട്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ അനിൽ കപൂറിനെതിരായുള്ള കുറ്റാരോപണങ്ങൾ എന്താണെന്ന് നോക്കാം. താങ്കൾ ഇംപ്രസ് ചെയ്യാൻ വളരെയധികം ശ്രമിച്ചിരുന്നു. അവരോടൊപ്പം ധാരാളം സിനിമകളും ചെയ്തിരുന്നു. 1-2 പടങ്ങളിൽ വളരെ ഇന്റിമേറ്റ് ആയിട്ട് അഭിനയിക്കുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായിട്ടും യാതൊരു വിധത്തിലുള്ള സ്കാൻഡലും സംഭവിച്ചില്ല. രജത് സാർ, നിങ്ങൾ എന്നെ കൊടുക്കാൻ പോകുന്ന തോന്നുന്നു. അത് സത്യമായിരിക്കണം അല്ലേ? വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഫിലിം സ്റ്റാർ അനിൽ കപൂർ ആണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ അനിൽ കപൂറിന്റെ മേലുള്ള കുറ്റാരോപണം അദ്ദേഹം വളരെ ബോറിംഗ് ആയ വ്യക്തിയാണ് എന്നുള്ളതാണ്. താങ്കളുടെ എല്ലാ സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട് താങ്കൾ എത്രത്തോളം ബോറിംഗ് ആണെന്ന് വെച്ചാ, അതായത് തന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ എത്രത്തോളം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ വീട്ടിലൊരു പാർട്ടി വെച്ചാൽ പോലും താങ്കൾ ബ്യൂട്ടി സ്ലീപ്പിന് വേണ്ടി പോകുമെന്ന് പറയുന്നു. ഇല്ല രജിത് സാർ, അതായത് എനിക്കെന്താ തോന്നുന്നത് വെച്ചാൽ ഞാൻ ശരിക്കും ഭയങ്കര ലക്കിയാണ്. അതായത് ഞാൻ ഇന്ത്യയിലാണ് ജനിച്ചത്. ഇതിനേക്കാളൊരു നല്ല കൺട്രി ഇല്ല. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ലക്കി എന്ന് കരുതുന്നതെന്ന് വെച്ചാൽ, എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് എല്ലാം തന്നെ തന്നിട്ടുണ്ട്, എല്ലാം തന്നെ. അതിനുശേഷം എനിക്ക് കിട്ടിയ എൻ്റെ ഭാര്യ, അവൾ ആദ്യം എൻ്റെ ഫ്രണ്ടായിട്ടിരുന്നു, പിന്നെ പതിയെ ഗേൾ ഫ്രണ്ടായി, പിന്നെ അതിനുശേഷം എൻ്റെ ലവറായി, ഇന്ന് എൻ്റെ വൈഫായിരിക്കുന്നു, എൻ്റെ 3 പിള്ളേരുടെ അമ്മയായി. ഇപ്പം ഞങ്ങൾ 43 വർഷമായിട്ട് ഒരുമിച്ചാണ് ഇരിക്കുന്നത്. 40 + 3 43 അല്ലേ? 43. സോ ഒബ്വിയസ്ലി എല്ലാവരും പറയും അത് 43 40 വർഷമായിട്ട് നീ ഒരു പെണ്ണിന്റെ കൂടെ തന്നെ ഇരുന്നാ നീ ഒബ്വിയസ്ലി ഒരു ബോറിംഗ് മനുഷ്യനാണെന്നേ പറയുള്ളൂ.
ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ബോറിംഗ് എന്നേ പറയുള്ളൂ. എന്നോട് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ദാ നോക്ക്, നീ ഇപ്പൊ കല്യാണം കഴിക്കണ്ട, നീ ബാച്ചിലറായിട്ട് തന്നെ ഇരിക്കേ. അപ്പോൾ നിന്റെ അടുത്ത് ആ ക്രേസ് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ പെൺകുട്ടികൾക്ക് മെയിൻലി റൊമാൻറ്റിക് സിനിമ ചെയ്തിട്ട് നീ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ 100% ഞാൻ അത് തന്നെ ചെയ്യുള്ളൂ. പിന്നെ ശരിക്കും രജിത് സാർ, ഞാൻ കല്യാണം എപ്പോൾ കഴിച്ചോ എന്നാണോ എൻ്റെ കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് ഞാൻ ഐ നെവർ ലുക്ക് ബാക്ക്. എൻ്റെ വീട്ടിൽ ഒരുപാട് വിരുന്നുണ്ടാവും, പാർട്ടീസ് ഉണ്ടാവും, എല്ലാവരും ഞാൻ വരുത്തും, എല്ലാവരും ഞാൻ വരുത്തിയിരിക്കും. ചില ആർട്ടിസ്റ്റ് വരും, ചില ഫ്രണ്ട്സ് വരും, പിന്നെ അവരുടെ ഒന്നും പേര് പറയേണ്ട ആവശ്യമില്ല. അതിൽ റൈറ്റേഴ്സ് ഉണ്ടാവും, ഡയറക്ടേഴ്സ് ഉണ്ടാവും. രാത്രി മുഴുവനും പാർട്ടി ഉണ്ടാവും. എനിക്കാണെങ്കിൽ 10, 10:30, 11 നല്ല ഉറക്കം അങ്ങോട്ട് വരും. ഞാൻ പോയി കിടന്ന് ഉറങ്ങും, അവർ നല്ലപോലെ പാർട്ടി എൻജോയ് ചെയ്യും. പിന്നെ ഞാൻ രാവിലെ എണീറ്റ് നല്ല ഫ്രഷ് ആയിട്ട് ഷൂട്ടിങ്ങിലോട്ട് പോകും. അവരിൽ എത്ര പേരുണ്ടാവും സർ? ഈ വാക്ക് പറയാനായിട്ട് തന്നെ, അതായത് ഞാൻ ഒരുപക്ഷെ പെട്ടെന്ന് പോയി ഉറങ്ങിയിരുന്നാലോ. കാരണം എനിക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ, ദ സ്ലീപ്പ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വി ആർ ഫേസിംഗ് ദ ക്യാമറ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നല്ല ഉറക്കം ഉറങ്ങിയാൽ മാത്രമാണ് ക്യാമറ ഫ്രഷ് ആയിട്ട് ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ, എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ, ഫ്രഷ് ആയിട്ട് പണിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് രാത്രി മുഴുവൻ ഇരുന്ന് കുടിച്ചോണ്ട് സീർട്ട് വലിച്ചോണ്ട് വരുന്ന രാവിലെ നമ്മുടെ ഫേസിൽ അത് കാണിച്ചു തരുന്നേ. ഇപ്പം ഞാൻ നല്ല എങ്ങാന്നല്ലേ പറയുന്നത്, അത് ബിഗിനിങ്ങിൽ ഞാൻ ഒരു ബോറിംഗ് ലൈഫ് ലീഡ് ചെയ്തതുകൊണ്ടാ. അവരൊക്കെ ആഘോഷിച്ചു, നല്ലപോലെ എൻജോയ് ചെയ്തു, ക്രേസ് ആയിട്ടിരുന്നു, അത് ഇതെന്നൊക്കെ എന്തൊക്കെ ചെയ്തു. ബട്ട് ഐ ഫീൽ നിങ്ങളൊരു വലിയ റേസിൽ വന്ന് കയറണമെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ചെറിയ സാക്രിഫൈസ് ഒക്കെ ചെയ്തേ പറ്റൂ എപ്പോഴും ലൈഫിൽ. ഇപ്പൊ ഈ സാക്രിഫൈസ് എന്ന് പറഞ്ഞല്ലേ, അതിന്റെ അർത്ഥം എന്താ? ഒരു വ്യക്തി സഞ്ജയ് ദത്തിന്റെ ബയോ പിക്ചർ എടുത്തില്ലേ, അതുപോലെ താങ്കളുടെ ഒരു ബയോ പിക്ചർ എടുക്കുകയാണ്. അതൊന്നും വരത്തില്ലെന്നേ. ഭയങ്കര ബോറിംഗ് ലൈഫല്ലേ, എങ്ങനെ വരും? ബോറിംഗ് ഫിലിം ആവില്ലേ? ഒരു സാധ്യത എടുക്കാൻ ഒരു കോൺട്രവേഴ്സി പോലും ഇല്ല. പ്രേമം അതുപോലുള്ള കോൺട്രവേഴ്സികളൊന്നും ചെയ്യണം. ആക്ച്വലി എന്തെങ്കിലും ചെയ്യണം തോന്നുന്നു എനിക്കിപ്പോ ഒക്കെ. ഐ ആം സ്റ്റിൽ യങ്, റൈറ്റ്? പിന്നെ ജാക്കി ഷെറീഫ് പറയാറുണ്ട്, താങ്കൾ എല്ലാ ജോലിയും വളരെ സീരിയസ് ആയിട്ട് എടുക്കുമെന്ന്. ഏതോ ഒരു ഫൈറ്റ് സീനിൽ അദ്ദേഹം താങ്കൾക്ക് ജ്യേഷ്ഠനായിട്ട് പല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. താങ്കൾ അദ്ദേഹത്തെ അടിക്കുന്ന പോലുള്ള സീനാണെങ്കിലും താങ്കൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ അടിക്കുമെന്ന്. ഇവരെന്റെ പേര് ജാക്കി ഗുൽഷൻ ഗ്രോവർ. ഇവർ രണ്ടുപേരും എൻ്റെ കൂട്ടുകാരാണ്. ഞങ്ങളെല്ലാവരും ആക്ച്വലി ഒരുമിച്ചാണ് കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഇവരെന്റെ പേര് ഡാമേജ് ചെയ്ത്. ഗുൽഷൻ ഗ്രോവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, താങ്കളോടൊപ്പം ഫൈറ്റ് ചെയ്യുന്ന സീൻ വല്ലതും ഉണ്ടെങ്കിൽ ജണ്ടൂർ ബോംബ് എടുത്തോണ്ട് പോകണമെന്ന്. ഇല്ലല്ല, അങ്ങനെയൊന്നും ഒന്നുമില്ല. എനിക്കെന്താ തോന്നുന്നത് വെച്ചാൽ, അത് ഫൈറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സീനാണെങ്കിലും അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ഒരു സീനാണെങ്കിലും ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, അത് കുറച്ച് റിയലിസ്റ്റിക് ആയിരിക്കണമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഒരുപാട് റിഹേഴ്സലൊക്കെ ചെയ്ത് നോക്കും. ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറയാം, റിയൽ ആയിട്ടൊരു കാര്യം. ഞാൻ വെൽക്കം സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു, ഡെസേർട്ടിലായിരുന്നു. ഫാനൊക്കെ അവർ ഇട്ടിരുന്നു, എങ്കിലും ഭയങ്കര ചൂടാണ്. നാനാ സാർ ഉണ്ടായിരുന്നു, നസറുദ്ദീൻ ഉണ്ടായിരുന്നു, ഡിംപിൾ ഉണ്ടായിരുന്നു, എക്സെട്രാ. ഈ ഫാൻ ഒന്ന് ഓഫ് ചെയ്യുവോ? ഭയങ്കര പൊടിയാണ്, ഡസ്റ്റ് ആണ്, ഇറിറ്റേറ്റിംഗ് ആയിട്ടുണ്ടായിരിക്കേ. ആ സമയം ഞാൻ എവിടെയും പുറത്തു പോയതായിരുന്നു. കറക്റ്റ് ആ സമയത്തായിട്ട് കയറി വന്നേ. ഞാനാണെങ്കിൽ കയറുമ്പോൾ ഫാനൊന്നും ഓടുന്നില്ല. ഞാൻ പോയിട്ട് നേരെ ആ ഫാൻ അങ്ങോട്ട് ഒറ്റയിട്. അപ്പോ നസീർ, നാന, ഡിംപിൾ എല്ലാം എന്നെ ഒരു രീതിക്ക് നോക്കി അങ്ങോട്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് തല കുടിഞ്ഞിട്ട്, എടാ അവരെന്താ വിചാരിച്ചെന്ന് വെച്ചാൽ, എടാ ഞങ്ങൾ ഇവിടെ താങ്ങാൻ പറ്റാണ്ടിരിക്കുക, എടാ ലൈറ്റ് വെക്ക്, 25 ലൈറ്റ് റിഫ്ലക്ടർ കൂടെ ഒന്ന് കുട്ടി കയറ്റി എന്റെ മുഖത്തോടെ കാണാൻ നന്നായിരിക്കണ്ടേ, ലെറ്റ് മീ ലുക്ക് ഗുഡ്. അതായത് ഈ ലൈറ്റ് ഇടുന്നതും ഫാൻ ഇടുന്നതും എല്ലാം ഓക്കെ തന്നെയാ. ജാക്കി ഷെറീഫ് പറഞ്ഞു ചെവിക്കർണത്തടിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നെന്ന്. താങ്കൾ 32 പ്രാവശ്യം ചെള്ളക്കടിച്ച് ചെള്ള തന്നെ വീങ്ങിയെന്ന്. അല്ലല്ലോ, അവനാണ് അടിച്ചത്. ജാക്കിനെ അടിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, ജാക്കിനെ അടിച്ചു. അപ്പൊ സോഫ്റ്റ് ആയിട്ട് അടിച്ചേ. ഞാൻ പറഞ്ഞു, എടാ എന്താ ഒരു ഫീൽ ഇല്ലല്ലോ ഇതില്, അടിക്ക്. അവനൊരു 20-25 റൗണ്ട് അടിച്ചിട്ട് എന്റെ ചെവിള് പോയെന്നേ. പക്ഷെ ഷോട്ട് അടിപൊളിയായിരുന്നു. ഒരു മകന്റെ സീൻ ഉണ്ടായിരുന്നു. അതായത് താങ്കളെ ഒരു ജെയിൻ വീലിൽ കെട്ടിക്കൊണ്ട് ചുറ്റുന്ന ഒരു സീൻ. ആ സീനിൽ താങ്കൾ ചുറ്റി വന്നെന്ന് പറഞ്ഞു. അത് കണ്ടപ്പോൾ മാധുരി ദീക്ഷിത് ശരിക്കും അപ്സെറ്റ് ആയെന്നും കേട്ടു. സാർ, ഞാൻ ഇന്ന് സത്യം പറഞ്ഞേക്കാം, ഞാനവിടെ കഷ്ടപ്പെട്ടില്ല. ഞാൻ മാധുരിനെ ഇംപ്രസ് ചെയ്യാൻ നോക്കിയത്. ആക്ച്വലി മാധുരിക്ക് ആ സമയത്ത് കല്യാണം കഴിഞ്ഞില്ല. താങ്കൾ ഇംപ്രസ് ചെയ്യാൻ വളരെയധികം ശ്രമിച്ചിരുന്നു. അവരോടൊപ്പം ധാരാളം സിനിമകളും ചെയ്തിരുന്നു. 1-2 പടങ്ങളിൽ വളരെ ഇന്റിമേറ്റ് ആയിട്ട് അഭിനയിക്കുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായിട്ടും യാതൊരു വിധത്തിലുള്ള സ്കാൻഡലും സംഭവിച്ചില്ലേ? ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സമയം കിടപ്പുണ്ട്, സിനിമയും ബാക്കി കിടപ്പുണ്ട്. ഞാനിപ്പോഴും എങ്ങല്ലേ? താങ്കൾ അഭിനയിച്ച സിനിമകൾ നോക്കുകയാണെങ്കിൽ അതിൽ മിക്കവാറും താങ്കൾ 2 ഭാര്യമാരുള്ള ഒരു ഭർത്താവായിരിക്കും.
പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനൊന്നും സംഭവിച്ചില്ലല്ലോ. അതെ സർ, റിയൽ ലൈഫിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ അല്ലാണ്ട് പേടിക്കും ഞാൻ, നടുങ്ങിയേക്കും ഞാൻ. നോ എൻട്രിയിൽ എൻ്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, അത് വല്ലാത്ത ഫേമസ് ആണ്. എൻ്റെ സ്വന്തം വീട്ടിൽ ഞാൻ വല്ലാണ്ട് ഞാൻ പേടിച്ചു പോയായിരുന്നു. ഭയങ്കര ഫേമസ് ആയിരുന്നു. ആക്ച്വലി അത് ആക്ടിങ് അല്ലായിരുന്നു സാർ, അതെൻ്റെ ഒരു ശരിക്കുള്ള ജീവിതമായിരുന്നു. അത് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ ഇങ്ങനെ തന്നെ പേടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഗർവാലി ബാഗർവാലി സിനിമയിലുള്ള സീൻസ് ഒക്കെ സത്യം തന്നെയാണ്. രജത് സാർ, നിങ്ങൾ എന്നെ വല്ലാണ്ട് കൊടുക്കാൻ പോകാൻ തോന്നുന്നു. അങ്ങനെ സംഭവിച്ചാൽ നല്ലതായിരിക്കും അല്ലേ? പക്ഷേ ഇത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു ആക്ടർ, അതായത് സെറ്റിൽ ഒരാളെ കോമഡി പറയാൻ പോലും അനുവദിക്കാത്ത ഒരു കോമിക് സീനൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? താങ്കളെ കണ്ടാലും സംസാരിച്ചാലും എല്ലാവരും ചിരിക്കുകയാണ്. ആക്ച്വലി രജത് സാർ, എനിക്ക് കോമഡി എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് എ വെരി സീരിയസ് ഫേസസ്. മിസ്റ്റർ ഇന്ത്യ, ചമേലി കി ഷാദി, നോ എൻട്രി, വെൽക്കം, ഇപ്പി മുബാറക്. ജനങ്ങൾ വിചാരിക്കും ഇതൊക്കെ കോമഡി എന്റർടൈനർ, നേരെ സെറ്റിലോട്ട് പോയിട്ട് സിനിമ കണ്ടിട്ട് നിങ്ങളെല്ലാവരും നല്ലപോലെ ചിരിച്ചേക്കും അങ്ങോട്ട്. അതിനായത് ആക്ച്വലി ഇറ്റ്സ് എ വെരി സീരിയസ് ബിസിനസ്. ജോണി സാർ എൻ്റെ അടുത്ത് പറയും, ഇറ്റ്സ് എ ലൈക്ക് എൻ്റെ ഡയറക്ടർ, ഞാനൊരു വല്ലാത്ത സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴായിരിക്കും ഞാനൊരു കോമഡി സീൻ എഴുതുന്നതെന്ന്. സോ ഓൺ ദ സെറ്റ് ആക്ച്വലി ഇറ്റ്സ് എ വെരി വെരി സീരിയസ് അറ്റ്മോസ്ഫിയർ. കാരണം കോമഡി ഈസ് എ സീരിയസ് ബിസിനസ്. നിങ്ങൾ റൊമാൻറ്റിക് ഫിലിം എടുക്കുകയാണെങ്കിൽ അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. ആക്ച്വലി ആക്ഷൻ ആർക്കും ചെയ്യാം, ഡ്രാമാറ്റിക് ഫിലിംസ് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഡ്രാമ, ആക്ഷൻ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ലോ ആംഗിൾ വെച്ചിട്ട്, ലൈറ്റ് ആൻഡ് ഷെയ്ഡ് വെച്ചിട്ട്, റെഡ് ലൈറ്റ്, യെല്ലോ ലൈറ്റ്, നല്ലൊരു സൂപ്പർ ഡ്രസ് ഇട്ടിട്ട് സ്വിറ്റ്സർലാൻഡിൽ പോയി ഷൂട്ട് ചെയ്യാം, ന്യൂയോർക്കിൽ പോയി ഷൂട്ട് ചെയ്യാം. പാട്ട് ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ട് ഹൈ സ്പീഡിൽ ഇങ്ങനെ പൊക്കോണ്ടിരുന്നാൽ ദാ നോക്കിയേ ആക്ടിങ് അടിപൊളിയാണെന്ന് അവർ പറയും. പക്ഷെ കോമഡിയിൽ അങ്ങനെ നടക്കില്ല സർ. കോമഡിയിൽ നിങ്ങൾക്ക് നല്ലപോലെ കഷ്ടപ്പെടണം. നിങ്ങൾക്ക് കോമഡി അറിഞ്ഞാലും ശരി, അറിഞ്ഞില്ലേലും ശരി. പക്ഷെ താങ്കൾ നാനാ പട്നേക്കർ എല്ലാ പടത്തിലും സീരിയസ് ആയിരിക്കും, അദ്ദേഹത്തിന്റെ അടുത്ത് പോലും കോമഡി ചെയ്യാണല്ലോ. സി, വെൽക്കം പടം വന്നിട്ട് ബായ് ആൻഡ് മജ്നുബായുടെ പടമാണ്. അത് നല്ലപോലെ റീച്ച് ആയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പടം നോക്കുവാണെങ്കിൽ അതും അടിപൊളി ഹിറ്റായിരുന്നു. ഈ കോമഡിയിലൊക്കെ ഒരു റൈറ്റിംഗ് ഉണ്ടാവും, സിറ്റുവേഷണൽ കോമഡി. ഞാനും നാനയും ആക്ച്വലി സിനിമയിൽ വല്ലാത്ത സീരിയസ് ക്യാരക്ടറാണ്. എന്റെ ക്യാരക്ടർ നല്ല ഓവർ എക്സ്ട്രോവേർട്ടഡ് ആയിരിക്കും, പക്ഷെ നാനയുടെ ക്യാരക്ടർ വല്ലാത്ത സീരിയസ് ആയിരിക്കും. പിന്നെ ഞങ്ങളത് ആക്ച്വലി സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്, സിറ്റുവേഷണൽ കോമഡി. അതുകൊണ്ട് നാനാ സാറിന് എഴുതിയ റോളുണ്ടല്ലോ, നാനാ സാറിനെ കുറിച്ച് പറയണമെങ്കിൽ അദ്ദേഹം വലിയ ലെജൻഡാണ്, വല്ലാത്ത ലെജൻഡാണ്. അദ്ദേഹത്തിനെ പോലെ ഒരു ആക്ടർ കിട്ടണമെങ്കിൽ അത് വല്ലാത്ത വരവാണ്. നമ്മുടെ ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് ലെജൻഡ്സ് ഉണ്ട്, അതിൽ നാനാ പറ്റേക്കർ ഒരാളാണ്. സോ അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം സീരിയസ് ആയിട്ടിരുന്നാലും ആ വെൽക്കം സിനിമയുടെ സ്ക്രിപ്റ്റ് എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾ നല്ല സീരിയസ് ആയിട്ടാണ് ചെയ്തത്, പക്ഷെ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് അങ്ങനെ പുറത്ത് പോർട്രേ ആയി वന്നു. मजनू भाई, जब भी मैं बड़ा छुपाता हूं मैं गन नहीं उठाता है. कंट्रोल कंट्रोल उदय कंट्रोल. ഇപ്പൊ ഓഡിയൻസിന് എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. സർ, ബിഗിനിങ്ങിൽ എങ്ങനെയായിരുന്നു ആക്ടിംഗ് സ്റ്റാർട്ട് ചെയ്തത്? എന്റെ ബിഗിനിങ് വന്ന് നിങ്ങൾ എന്റെ ചെറുപ്പകാലമാണോ ചോദിക്കുന്നത്, അതോ വയസ്സായ കാലമാണോ, അതോ എന്റെ കുട്ടിക്കാലത്തെ കുറിച്ചാണോ സർ, ചോദിക്കുന്നത്? താങ്കളുടെ കുട്ടിക്കാലത്തെ പറ്റിയാണ് ചോദിച്ചത്. കണ്ടില്ലേ, ഇതൊരു വലിയ കോംപ്ലിമെന്റ് ആണ്. താങ്കൾക്ക് പ്രായമായിട്ടേ ഇല്ല. സർ, താങ്കൾ വളരെ ക്യൂട്ടാണ്. സി, താങ്ക് യു സോ മച്ച്. സി, എന്റെ ആദ്യത്തെ ഫിലിം എന്ന് രജത് സാർ പറഞ്ഞതുപോലെ ദോ പായൽ മേ ഏക് ഗീത്, ഞാൻ വീട് വിട്ട് ഓടിയാണ് എൻ്റെ ഈ ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചത്. ശശി കപൂർ എൻ്റെ ജൂനിയർ ആയിരുന്നു, റിലീസ് ആയില്ല. പക്ഷേ ഞാൻ എങ്ങനെ പറയാനാണ്, അതായത് ഞാനത് ആദ്യത്തെ എൻ്റെ സിനിമ വന്ന സമയം നോക്കുവാണെങ്കിൽ 1977, പിന്നെ എൻ്റെ പടം 1979 റിലീസായിരുന്നു. ആ സിനിമയുടെ പേരാണ് ഹമാരെ തുമാരെ. ഈ ഹമാരെ തുമാരെ സിനിമ കാണുവാണെങ്കിൽ അതിലൊരു ചെറിയ റോളാണ്. സർ, റിയലി താങ്കളുടെ ഡ്രീം സഫലീകരിച്ചു. താങ്ക് യു സോ മച്ച്. പക്ഷെ മിഡിൽ ഒരു കാര്യം പറഞ്ഞു, താങ്കൾ കന്നഡ സിനിമയൊക്കെ അഭിനയിച്ചെന്ന്. അല്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ, എനിക്ക് ബോംബെയിൽ ആരും പണി തരുന്നില്ല. അതായത് നിങ്ങൾ നോക്കുകയാണെന്ന് വെച്ചോളൂ, ഈ ആക്ടിങ്ങിന് വന്നിട്ട് നോ ലാംഗ്വേജ്, യു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ എന്ത് ഭാഷയിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാം. ഞാൻ തെലുങ്ക് പടം ചെയ്തിട്ടുണ്ട്, ഞാൻ തെലുങ്ക് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, കന്നഡ ഫിലിം ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു മലയാള സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നെ കൊണ്ട് ഹോളിവുഡിൽ അഭിനയിക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ എനിക്ക് പേടിയായേനെ. ഞാൻ കുറച്ച് ഇംഗ്ലീഷ് പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് എന്ത് തോന്നുന്നു വെച്ചാൽ ഒരു ആക്ടർ എപ്പോഴും ആക്ടറാണ്. ഭാഷ എന്ന് പറയുന്നത് ഭാഷ വേറെയാണ്. മുബാരക് എന്ന് പറഞ്ഞൊരു സിനിമയിൽ താങ്കൾ സർദാറിന്റെ വേഷമല്ലേ ചെയ്തത്? അതെ, ഭാഷയിലാണ് പ്രവർത്തിച്ചത്? ഇല്ല, യുസി, ഇത് നോക്കുവാണെങ്കിൽ രജത് സർ വളരെ വലിയ ആൾക്കാരൊക്കെ വന്ന് സർദാറിന്റെ റോള് ഈസി ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. പറ്റാത്ത അളവിന് തന്നെ ധരം സർ ജീവൻ മൃത്യുവിൽ ചെയ്തിട്ടുണ്ട്.
സണ്ണി ഡിയോൾ ഗദറിൽ ചെയ്തിട്ടുണ്ട്, പിന്നെ സിംഗിസ് കിങ്ങില് അക്ഷയ് കുമാർ ചെയ്തിട്ടുണ്ട്, അജയ് ദേവ്ഗൺ സൺ ഓഫ് സർദാറിൽ ചെയ്തിട്ടുണ്ട്. ഈ റോൾ എനിക്ക് ഓഫർ ചെയ്ത അടുത്ത സെക്കൻഡ് എനിക്ക് കുറച്ച് പേടിയൊക്കെ ആയിരുന്നു. ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, മറ്റുള്ളവരൊക്കെ നല്ലപോലെ ചെയ്തു. സോ ഈ ഫിലിമിൽ എനിക്ക് എന്താ മനസ്സിലായെന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് എനിക്കൊരു ബ്രിട്ടീഷ് ഏഷ്യൻ റോളാ. അദ്ദേഹം ജനിച്ചത് പഞ്ചാബിലും പിന്നെ വളർന്നത് ലണ്ടനിലും, ഒരു 30-35 to 40 വർഷമായിട്ട്. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ദ ഫസ്റ്റ് ടൈം ഐം പ്ലേയിങ് എ ബ്രിട്ടീഷ് ഏഷ്യൻ റോൾ. സോ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ ഇന്ത്യൻ സ്ക്രീനിൽ എനിക്കറിഞ്ഞത് വരെ ഇതുവരെ ബ്രിട്ടീഷ് ഏഷ്യനിൽ ആരും സർദാർ റോൾ ചെയ്തില്ല, സ്പെഷ്യലി ഒരു ലീഡിങ് റോളിൽ. സോ ദാറ്റ്സ് വാട്ട്. സോ എനിക്ക് വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. സോ പിന്നെ ഹണി സാറ് വല്ലാത്തൊരു നല്ല സിനിമയാണ് ചെയ്തത്. ഒരു ഫുൾ ആൾക്കാർ കാണുന്ന പോലെ, ഒരു ഫാമിലി കാണുന്ന പോലെ, വയസ്സായാലും കാണാം, യൂത്തിനും കാണാം, എല്ലാവർക്കും കാണാം. ഒരു ഫുൾ പാക്കേജ്, ഒരു ഡബിൾ മീനിങ് ഡയലോഗ് പോലും ഇല്ല. ഇറ്റ്സ് എ നീറ്റ് ആൻഡ് ക്ലീൻ ഫാമിലി പാക്കേജ്, ഫാമിലി ഫിലിം. നിങ്ങളുടെ ഒരു ഷോ പോലെ തന്നെയാണ് സർ. രജത് സാർ, നിങ്ങൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ടല്ല പറയുന്നത്, ഞാൻ എൻ്റെ മനസ്സുകൊണ്ടാണ് പറയുന്നത്. നമ്മളിങ്ങനെ ചാനൽസ് സ്വാപ്പ് ചെയ്തുകൊണ്ടിരിക്കും, ഈ ഭാഗത്ത് നിന്ന് ആ ഭാഗത്തിലോട്ട് പൊക്കോണ്ടിരിക്കും. അപ്പോൾ ഈവൻ ഒരു സയന്റിസ്റ്റ് ആയാൽ പോലും കിച്ചണിലിരുന്നാലോ ഇല്ലെങ്കിൽ വേറെ എവിടെ ഇരുന്നാലും ശരി, ഫാക്ടറിയിലിരുന്നാലും വേറെ എവിടെയാണെങ്കിലും ശരി, വേറെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങളുടെ പ്രോഗ്രാം ഈ ആപ്കെ അദാലത്ത് വന്നാൽ രജത് ശർമ്മ പെട്ടെന്ന് ഇങ്ങനെ ചാനൽ ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ പ്രോഗ്രാമിലോട്ട് വരും. ബിക്കോസ് എവ്രിബഡി ക്യാൻ വാച്ച് ഇറ്റ്. താങ്കൾ ഇത് പറയുന്നത് സത്യത്തിൽ വളരെ വലിയ കാര്യമാണ്. താങ്കളുടെ കരിയർ വളരെ വലിയൊരു കരിയറാണ്. ഇത്രയും വർഷമായിട്ട് ജോലി ചെയ്യുന്നു, ജനങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റിയിരിക്കുന്നു. എന്നാലും എന്റെ പക്കൽ ചില കുറ്റാരോപണങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. എന്താ നിങ്ങൾ പറയുന്നത്? ഇനിയും ബാക്കിയുണ്ടോ? ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഇദ്ദേഹത്തിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി സൂപ്പർ സ്റ്റാർ അനിൽ കപൂർ. 40 വർഷങ്ങളായി ഇദ്ദേഹം ജനങ്ങളെ എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. 100-ന് മേൽ പടങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. ഇന്ന് ആപ്കി അദാലത്തിൽ അനിൽ കപൂറിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ അനിൽ കപൂറിന് മേലുള്ള കുറ്റാരോപണം തനിക്കൊരു റോൾ ലഭിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നുള്ളതാണ്. അനിൽ സാർ, താങ്കൾ പല സ്റ്റുഡിയോകളിലും ചുറ്റി വരാറുണ്ട് ഒരു റോളിന് വേണ്ടി. അതായത് ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാ, GP സാർ ഒരു പടം ചെയ്ത സമയത്ത് താങ്കൾ ചെസ്റ്റിലെ മുടിയെല്ലാം ഷേവ് ചെയ്തെന്നാണ് ഞാൻ കേട്ടത്. ഇതുപോലത്തെ ഒരുപാട് കാര്യം നടന്നിട്ടുണ്ട്. രാജ് സാർ സിനിമ ചെയ്തുകൊണ്ടിരുന്നു. രാജ് കപൂർ സാർ, ദ ഗ്രേറ്റ് രാജ് കപൂർ സാർ പരംവീർ ചക്ര സിനിമ ചെയ്തു. അതിൽ 3 റോൾ ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ 3 പിള്ളേരും ഒരുപോലെ തന്നെ ഉണ്ടാവില്ല എന്തായാലും ഒക്കെ. അപ്പൊ അതിൽ 3 എനിക്കൊരു ചാൻസ് കിട്ടുമെന്ന് വിചാരിച്ചു. അദ്ദേഹം ആർമി, നേവി പിന്നെ എയർഫോഴ്സിനുമാണ് ചെയ്തത് ആ സിനിമ. അപ്പൊ ഞാൻ നേരെ കടക്വാസലിലോട്ട് പോയിട്ട് അവിടെ പോയി എന്റെ മുടിയൊക്കെ വെട്ടിക്കൊണ്ട്, പിന്നെ നേരെ അവിടെ ഒരു ആർമി ബാർബർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ അടുത്ത് പോയി മുടിയൊക്കെ വെട്ടിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് നേരെ ഞാൻ ആർക്കേഡ് അടുത്ത് പോയി. ആർക്കേഡ് അകത്ത് എന്നെ വിടാത്ത സമയത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് അകത്ത് എങ്ങനെയോ പോയി അങ്ങനെ തന്നെ ഞാൻ നിന്നു കോട്ടേജിന്റെ പുറത്ത്. പിന്നെ എന്റെ ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. ഫോട്ടോസൊക്കെ നോക്കി അദ്ദേഹം എന്നെ, ഞാൻ ആ സിനിമ എടുക്കുന്നില്ല, ഞാൻ അതുപോലെ ഒരുപാട് സിനിമ ചെയ്തു, പുറത്ത് വന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ സിനിമ ഞാൻ തന്നെ എടുത്തോളാം. അങ്ങനെ അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമാണ്. ആക്ച്വലി രജിത് സാർ, ഞാൻ പണിയെടുക്കാൻ കാത്തോണ്ടിരിക്കത്തില്ല. ഞാൻ പണിയോടെ തപ്പിയേ പോകത്തുള്ളൂ. പണി വന്നാലേ ഞാൻ പണിയെടുക്കുള്ളൂ ഞാൻ ആലോചിക്കത്തില്ല. ഞാൻ പണി തേടി ഇങ്ങനെ പോവും. ഒരു നല്ല റോളിന് വേണ്ടി, ഒരു നല്ല ഡയറക്ടറിന്റെ ഒപ്പം വർക്ക് ചെയ്യാനായിട്ട്, ഒരു നല്ല റൈറ്ററോടൊപ്പം, ഒരു നല്ല കോസ്റ്റാറോടൊപ്പം വർക്ക് ചെയ്യാനായിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എല്ലാ സിനിമകളിലും താങ്കളെ ഇതേ ഗെറ്റപ്പോടാണ് കണ്ടിരിക്കുന്നത്. ഇതേ മുടി, ഇതേ താടി, ഇതേ മീശ. പക്ഷേ യശ് ചോപ്രയോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ താങ്കൾ മീശ മറച്ചു വെച്ചല്ലോ. സാർ ലംഹെ. അതെ, ലംഹയിൽ ഞാൻ മീശ എടുത്തു കളഞ്ഞു. ഞാൻ വീട്ടിലോട്ട് പോയതിനു ശേഷം നേരെ എന്റെ വൈഫിന്റെ റൂമിൽ കയറിയപ്പോ പെട്ടെന്ന് എന്റെ വൈഫ് പിന്നെ നല്ലൊരു അടി കിട്ടി എനിക്ക് ശരിക്കും. പിന്നെ എന്റെ ഫാൻസിനൊക്കെ വല്ലാത്ത ഡിസപ്പോയിന്റ്മെന്റ് ആയിപ്പോയി അത്. കാരണം മീശ എന്റെ ഒരു ട്രേഡ് മാർക്ക് ആയിരുന്നു. എല്ലാവരും എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, നീ എന്തിനാ മീശ എടുത്തത്? മീശയിലാണ്ട് കൊള്ളില്ല, നിന്റെ മീശയാണെന്ന് ട്രേഡ് മാർക്ക്. അപ്പം ഞാൻ മനസ്സിൽ ഒരു കാര്യം മാത്രമേ ആലോചിച്ചുള്ളൂ. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു വലിയ കരിയർ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലത്തെ സിനിമയൊക്കെ ചെയ്തേ പറ്റൂ. അതൊരു മെമ്മറി ആയിരിക്കണം. അതുപോലെ ഇപ്പോൾ ജനങ്ങൾ ഇപ്പം നോക്കിയാൽ ആ സിനിമ നല്ല രസമായിരിക്കും, ഇപ്പോഴും അവർക്കത് കാണാൻ ആഗ്രഹമാണ്. ലംഹെ പോലത്തെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ മീശയൊക്കെ എടുത്തു. വിരാസ് അത്തഹറിന് വേണ്ടി 1942 ലവ് സ്റ്റോറി ഉണ്ട്, പരിന്ത ഉണ്ട്. പക്ഷേ ഇതുപോലത്തെ സിനിമകളൊക്കെ ജനങ്ങൾ തീർച്ചയായിട്ടും കാണും. പിന്നെ അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഞാൻ അന്നേ ചെയ്ത് കഴിഞ്ഞിരുന്നു.
പരിന്തായെക്കുറിച്ച് പറയും, പിന്നെ 42 കുറിച്ച് പറയും. ആ സമയത്ത് ആ സിനിമ അത്ര രീതിക്ക് ഓടിയില്ലെന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു കാര്യത്തിൽ എൻ്റെ മനസ്സെന്നോട് പറയും നീ ഇതൊക്കെ ചെയ്യണമെന്നും പറഞ്ഞ്. ചില സമയം എനിക്ക് ഇത്തിരി വണ്ണം കൂടും, പിന്നെ പെട്ടെന്ന് ഞാൻ മീശൊക്കെ എടുത്തിട്ട് വിരാസത്തിൽ ഞാൻ ഈ സ്ഥലത്ത് തന്നെ വന്നിരുന്നത് മീശൊക്കെ വളരെ നീളത്തിൽ വെച്ചോണ്ടൊക്കെ. നിങ്ങൾ ആ സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാ ഇത്രയും വലിയ മുടി വലിയ മീശയൊക്കെ നീ വെച്ചോണ്ടിരിക്കുന്നതെന്ന്. നിങ്ങൾക്കത് ഓർമ്മയില്ലേ? പക്ഷെ ഇപ്പോൾ അതൊക്കെ ഒരു ഫാഷനായിപ്പോയി. ഇപ്പോൾ മീഡിയ ഒക്കെ ഇൻട്രസ്റ്റഡ് ആണ്. യു അണ്ടർസ്റ്റാൻഡ്? സോ തിങ്സ് ചേഞ്ച്. സോ ഇതൊക്കെ ഞാൻ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ജീവിതം അങ്ങോട്ട് മാറി വരണമെന്നുള്ളതുകൊണ്ടാണ്. പുതിയ റോൾ ചെയ്യണം. യശ് ചോപ്ര പോലത്തെ ആളുകളുടെ അടുത്ത്. അദ്ദേഹത്തിൻ്റെ തിങ്കിങ് എപ്പോഴും ഫോർവേഡിലായിരിക്കും. അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പാഷൻ നോക്കുവാണെങ്കിൽ ഇപ്പോഴും ജനങ്ങൾ പറയും, അതായത് ജനങ്ങൾ എന്താ പറയുന്നത് വെച്ചാൽ യശ് ചോപ്രയുടെ ഫേവറേറ്റ് ഫിലിം എന്താന്ന് വെച്ചാൽ ലംഹയാണ്. അതിനുവേണ്ടി മീശ മാത്രമല്ല എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. സുഭാഷ് ഘായിയോടൊപ്പം ഒരു സിനിമ ചെയ്യാൻ വേണ്ടി താങ്കൾ വളരെയധികം ആഗ്രഹിച്ചു എന്ന് കേട്ടു. അത് സത്യമാണ്. ഞാൻ വല്ലാണ്ട് കാത്തിരുന്നു അതിനു വേണ്ടി അദ്ദേഹത്തിന്റെ സിനിമ വർക്ക് ചെയ്യാനായിട്ട്. അന്ന് അദ്ദേഹം ക്രോധി സിനിമ ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം ക്രോധി സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ സെറ്റിൽ പോയി വെറുതെ നിന്നുകൊണ്ടിരിക്കും. ലോബിയിൽ പോയി നിൽക്കും, ഇല്ലെങ്കിൽ ഹോട്ടൽ റൂമിന്റെ വെളിയിൽ പോയി നിൽക്കും. അദ്ദേഹം ഒരു വട്ടം എന്നെ കാണാനായിട്ട് ലക്ഷ്മികാന്ത് പ്യാരിലാൽ, അതായത് മ്യൂസിക് ഡയറക്ടറുടെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ റൈറ്റ് ഹാൻഡ് ചന്ദ്രകാന്ത് ഉണ്ടാവും. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഞാൻ പറയും എങ്ങനെയെങ്കിലും ഒന്ന് കാണിച്ചാലോ, എന്തെങ്കിലും ആക്ട് ചെയ്യണം എനിക്ക് സിനിമയിൽ. പക്ഷെ അദ്ദേഹം എന്നെ അടുപ്പിച്ചില്ല. അദ്ദേഹം സച്ചിനെ എടുത്തു അതിന് പകരം. സച്ചിൻ സാർ വളരെ നല്ല ആക്ടറാണ്, എന്നെ എടുത്തില്ല. സച്ചിൻ ആ സമയത്ത് അദ്ദേഹത്തിന് എന്താ തോന്നിയെന്ന് വെച്ചാൽ അദ്ദേഹം കറക്റ്റ് ആയിരിക്കും എന്നായിരിക്കും. അദ്ദേഹത്തിനും എടുത്തു. പക്ഷെ ഞാൻ വിശ്രമിക്കുന്ന ഒരാളെ അല്ല. ഞാൻ പിന്നെയും പോയി നിന്നു, ചെയ്തു തന്നെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ മേരി ജംഗ് എന്ന് പറഞ്ഞ സിനിമയിൽ ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ചു. മേരി ജംഗ് സിനിമ കൊണ്ടാണ് ഞാൻ സുനിതയെ പോലും ശരിക്കും കല്യാണം കഴിച്ചത്. സിനിമയും സുനിതയും തമ്മിലുള്ള കണക്ഷൻ എന്താ? അതായത് സുഭാഷ് ഘായ് സാറ് എന്തോരം വലിയ ഒരു ഡയറക്ടറാന്ന് വെച്ചാൽ എന്തോരം വലിയൊരു ലെജൻഡാണെന്ന്. അദ്ദേഹം ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ സിനിമ സൈൻ ചെയ്താൽ മാത്രം മതി. ഈ അനിലിന്റെ സിനിമ ജാക്കി ഷ്രോഫിന്റെ ഒരു ഹീറോ സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. ജാവേദ് സാർ പിന്നെ എന്നെ റെക്കമെൻഡ് ചെയ്തതിനു ശേഷം ആ സിനിമയിൽ എന്നെ അദ്ദേഹം എടുത്തു. വെരി ഇൻറ്റൻസ്ലി. അദ്ദേഹം എന്റെ മഷൽ കണ്ടു. അത് കണ്ടതിന് ശേഷമാണ് അദ്ദേഹം എന്നെ എടുത്തത്. അതിനുശേഷം നിങ്ങൾ നോക്കുവാണെങ്കിൽ സുനിത എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും പാവം, യു നോ ഐ വാസ് ഹെർ ഫ്രണ്ട് ആൻഡ് മൈ ഗേൾ ഫ്രണ്ട്. അങ്ങനെ വന്ന് കാലം ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. ആൻഡ് ഒബ്വിയസ്ലി അവളുടെ പാരൻസ് ഞാൻ അവളെ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പൈസ ഇല്ല, വീടില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് കല്യാണം കഴിക്കുന്നതെന്നാണ് ചോദിച്ചത്. ഞാൻ എന്നാണോ ആ സിനിമയിൽ ആദ്യമായിട്ട് സൈൻ ചെയ്താൽ ഇനി എന്നെ ആരെ കൊണ്ട് തടയാൻ പറ്റില്ല. ഇനി എൻ്റെ അടുത്ത് കാറുണ്ടാവും, ബംഗ്ലാവ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, എല്ലാം കാണും. സുനിത നാളെ രാവിലെ കല്യാണം. സത്യമായിട്ടാ രജി സാർ പറയുന്നത്. ഞാൻ പറഞ്ഞു നാളെ രാവിലെ കല്യാണം, ഇല്ലെങ്കിൽ ഒരിക്കലും ഇല്ല. പാവ അവൾ ഒരു 15-20 മിനിറ്റിൽ പിന്നെ ഒരു 3 മണിക്കൂറിൽ ഈ മെഹന്തിയൊക്കെ ഇടുന്നവരൊക്കെ പിടിച്ച് പെറ്റെന്ന് എല്ലാവരും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു 10-13 പേരെ ഉണ്ടായിരുന്നല്ലോ കല്യാണത്തിന്. എൻ്റെ കല്യാണം സംഭവിച്ചു. പിന്നെ ഒരുപാട് പേര് ഈ കല്യാണത്തിനൊക്കെ ഭയങ്കരമായിട്ട് ചെലവ് ചെയ്യും. കോടിക്കണക്കിന് പൈസ മുടക്കും. 1000 കണക്കിനായിട്ടുള്ള കോടികൾക്കാണ് പൈസ മുടക്കുന്നത്. എന്നിട്ടൊരു 2 വർഷത്തിൽ തന്നെ അവരുടെ കല്യാണം. മനസ്സിലായെന്ന് തോന്നുന്നു. 2 മനസ്സും ഒരുമിച്ചാൽ മതിയല്ലോ. പിന്നെ കല്യാണം നോക്കുവാണെങ്കിൽ മാരേജസ് ആർ മെയ്ഡ് ഇൻ ഹെവൻ. ഞാൻ ചെയ്ത മേരി ജംഗ് സിനിമ കൊണ്ടാണ് എനിക്ക് കല്യാണം സംഭവിച്ചത്. സുഭാഷ് ഘായിയോടൊപ്പം മേരി ജംഗ് പടത്തിന് ശേഷം 5 പടം താങ്കൾ ചെയ്തു. കർമ്മ, പിന്നെ രാം ലക്കൻ, പിന്നെ താൽ ചെയ്തു, പിന്നെ യുവരാജ് ചെയ്തു, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അദ്ദേഹത്തിനോടൊപ്പം നിറയെ ചെയ്തു ഞാൻ. പിന്നെ രാം ലക്കനെ മൈ നെയിം ഈസ് ലക്കൻ എന്നുള്ള ആ പാട്ടിന്റെ ഡാൻസ് വളരെ ഹിറ്റായിരുന്നു. അതെ. ഈ ജക്കാസും പിന്നെ രാം ലക്കന്റെ പാട്ട് എപ്പോഴും എന്നെ ഫോളോ ചെയ്യുന്നു വിടുന്നറിയില്ല. പക്ഷേ ഇത് നിങ്ങൾ എല്ലാവരുടെയും സ്നേഹമാണ്, എല്ലാവരുടെയും ഭയങ്കര സ്നേഹമാണ്. ഇവിടെ ഇതിനകത്തിരുന്നോണ്ട് ആരും ഡാൻസ് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നില്ല എനിക്ക്. സാർ ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രാവശ്യം ചെയ്യാവോ? ചെറുപ്പം മുതലേ ഞാൻ അങ്ങയുടെ ഒരു ആരാധികയാണ് സാർ. ഞാൻ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ താങ്കൾ സ്ട്രഗിൾ സ്റ്റേജിലുള്ളപ്പോ ഇപ്പോൾ ഉള്ള യുവതാരങ്ങൾ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ മീഡിയയില് എൻട്രി ആയി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് സക്സസ് ആവാന്ന് വിചാരിക്കുന്നു. ഞാൻ എന്റെ സ്റ്റുഡൻസിനോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ സക്സസിന് വേണ്ടി എന്താ ചെയ്യണ്ടേ? ദർ ഈസ് നോ ഷോർട്ട് കട്ട് ഫോർ സക്സസ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞു. There is no shortcut. ഇല്ല സാർ, ഞാൻ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞ. താങ്കളുടെ വിജയത്തിനെ പറ്റി ഒന്ന് പറയാമോ? സ്ട്രഗിൾ അതായത് നോക്കുവാണെങ്കിൽ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് പറയും എല്ലാം പെട്ടെന്ന് ക്ലിക്ക് ആവുകയാണ്. എൻ്റെ ലക്ക് നല്ലതാണെങ്കിൽ കിട്ടുമെന്ന് അവർ പറയും.
ഫേറ്റ് ആവശ്യമാണ്, ലക്കുമുണ്ട്, ഇതെല്ലാം അത്യാവശ്യമാണ്. പക്ഷെ ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യരുത്. ദാറ്റ് ഫേറ്റ് ആൻഡ് ലക്ക് ഷുഡ് ബി എ ബോണസ്. ബട്ട് ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ ദർ ഇസ് നോ ഷോർട്ട് കട്ട്. ഇറ്റ്സ് ഓൺലി ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക് ആൻഡ് പ്രിപ്പറേഷൻ. താങ്ക് യു. അനിൽ, താങ്കൾ തന്നെ ഓഡിയൻസിനോട് പറയാ, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. ഒരു കാലഘട്ടത്തിൽ താങ്കൾ പാർട്ടികൾക്കോ കല്യാണത്തിനോ പോകുന്ന സമയത്ത് വാടകയ്ക്ക് ഡ്രസ്സ് വാങ്ങിച്ചോണ്ട് പോകുന്നു കേട്ടു. സാർ, നിങ്ങൾ എന്നെ വല്ലാണ്ട് എക്സ്പോസ് ചെയ്യുവാണ്. ഇക്കാര്യത്തെക്കുറിച്ച് ഗുൽഷൻ ഗ്രോവർ ആണ് എന്നോട് പറഞ്ഞത്. ഈ ഗുൽഷൻ ഗ്രോവർ ഞാൻ മുംബൈക്ക് പോയതും എന്താ ചെയ്യാൻ പോകുന്നത്? അതായത് നോക്കുവാണെങ്കിൽ ഓബിയസ്ലി യുനോ നല്ല ഡ്രസ്സ് വേണം, നല്ല ഇടത്ത് പോകുമ്പോൾ പ്രസന്റേഷൻ വേണം. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ സ്റ്റൈലിഷിനെ പോലെ ആരും ഇല്ല. ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ സ്റ്റൈലിസ്റ്റ് ഒക്കെ വന്ന് സ്റ്റൈൽ ചെയ്യുവാണ്. ഒരുപാട് കാര്യം മാറി. നിങ്ങൾ പറഞ്ഞതുപോലെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് വന്നു. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ ഇതൊക്കെ വന്നു. അതുകൊണ്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞങ്ങളുടെ ഫോട്ടോസ് ഇതുപോലത്തെ ഒരുപാട് ടൈം വേസ്റ്റ് ആവും. അതുപോലെ ഒന്നും നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്ത് കേട്ടോ. പണിയെടുക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. എനിക്കപ്പോൾ ഒരുപാട് ഡ്രസ്സസിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പം കച്ചിൻസ് എന്ന് പേരിൽ ഒരാൾ ഉണ്ടാവും, ഇപ്പോഴും ഉണ്ടാവും. അദ്ദേഹം എൻ്റെ ഫ്രണ്ടാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഞാൻ എനിക്കൊരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞ് ചോദിക്കും. അദ്ദേഹം ഇങ്ങനെ നോക്കിയോണ്ട് പറയും, എടാ നിനക്ക് സഞ്ജയ് ദത്തിന് ഡ്രസ്സാണ് സൂട്ടാവുന്നത്. അപ്പോൾ സഞ്ജയ് ദത്തിന് വേണ്ടി ചില സൂട്ടൊക്കെ അവർ തയ്ച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ റോക്കിക്കും അവരുടെ പേഴ്സണലിനും. അപ്പം ഞാനത് ട്രൈ ചെയ്തു, എനിക്ക് വല്ലാണ്ട് സൂട്ടായി. അപ്പോൾ സഞ്ജയ് ദത്ത് എൻ്റെ ബോഡിയും അദ്ദേഹത്തിൻ്റെ ബോഡിയും, ഇപ്പം അദ്ദേഹത്തിൻ്റെ ബോഡി നല്ല വളരെ ബ്രോഡാണ്. അദ്ദേഹത്തിൻ്റെ ബോഡി ഇപ്പം നല്ല ബെറ്റർ ആയിട്ടുണ്ട്. എൻ്റെ ബോഡി അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ ഒപ്പം വരത്തേ ഇല്ല. പക്ഷേ ഇപ്പം നോക്കുവാണെങ്കിൽ അന്ന് ഓൾട്ടർ ചെയ്ത് കുറച്ച് ഡ്രസ്സൊക്കെ സൂട്ടായി നന്നായിട്ട്. അത്രേ ഉള്ളൂ. പിന്നെ അതൊക്കെ നല്ലപോലെ സൂട്ടായി സാർ. അത് റെൻറ്റഡ് ഡ്രസ്സൊന്നും അല്ല സാർ, ഒരു ഫ്രണ്ട് എനിക്ക് വേണ്ടി തന്നതാണ്. റെൻ്റൊന്നും അല്ല, ഫ്രീ ആയിട്ട് തന്നു. ഞാൻ സഞ്ജയ് ദത്തിൻ്റെ ഡ്രസ്സ് ഇട്ടായിരിക്കും ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. So Slumdog was your hit film. So you were first time for the Oscars that time. So sir, have you ever expected that you've been there? What was your experience for the Oscars? ഇപ്പോൾ സ്ലം ഡോഗ് എന്ന് പേര് വന്നതുകൊണ്ട് ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ സ്ലം ഡോഗ് സിനിമയ്ക്ക് വേണ്ടി ഓസ്കറിൽ നോമിനേറ്റ് ആയി പോയപ്പോൾ, അതായത് ഞാൻ സ്റ്റേജിൽ എങ്ങനെ ഫീൽ ചെയ്തു എന്നാണോ ചോദിക്കുന്നത്. അതായത് എനിക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ ഈ ലോകത്തിലുള്ള ഏതൊരു കലാകാരനായാലും ഏതൊരു ആർട്ടിസ്റ്റ് ആയാലും എത്ര വലിയ ലെജൻഡ് ആണേലും, എസ്പെഷ്യലി ഏതൊരു ഡയറക്ടർ ആയാലും ഫിലിം ഇൻഡസ്ട്രിയിൽ ഏതൊരു മൂലയിൽ ഈ ലോകത്തുണ്ടായാൽ പോലും അവരുടെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, ഓസ്കറിന്റെ സ്റ്റേജിൽ പോയി നിൽക്കണം. ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? ഐ തിങ്ക് ദാറ്റ്സ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് മൂമെന്റ്സ് ഓഫ് എനി ആക്ടേഴ്സ് ലൈഫ്, എനി ആർട്ടിസ്റ്റ് ലൈഫ്, ടു ബി ഓൺ ദ പാർട്ട് ഓഫ് ഫിലിം. ഞാൻ അതിലൊരു ചെറിയ ഭാഗമാണ്. അങ്ങനെ ഒരു ചാൻസ് എനിക്ക് കിട്ടിയിരുന്നു. ഞാൻ ആ സിനിമയിൽ ആ സ്റ്റേജിൽ പോയി നിന്ന് ഭയങ്കര ഒരു ഫീലായിരുന്നു. ദാറ്റ് വാസ് എ ഗ്രേറ്റസ്റ്റ് ഫീലിംഗ്. അത് ഞാൻ മരിക്കുന്നവരെ ആ ഫീലിംഗ് എൻ്റെ നെഞ്ചിനകത്ത് തന്നെ കാണും. പിന്നെ പുകാർ സിനിമയ്ക്ക് വേണ്ടി താങ്കൾക്ക് നാഷണൽ അവാർഡാണ് ലഭിച്ചത്. ആ മെമ്മറി അവസാനം വരെ കാണുമല്ലോ അല്ലേ? നാഷണൽ അവാർഡ്, ദാറ്റ്സ് എൻ്റെ ഒരു ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ഫിലിമായിരുന്നു അത്. ഇൻഫാക്ട് ഐ ഫീൽ ഇറ്റ്സ് വൺ ഓഫ് ദി അണ്ടർറേറ്റഡ് ഫിലിം, പുക്കാർ. ആൻഡ് ആ സമയത്ത് ആ സിനിമ വിജയിച്ചിരിക്കണം അത്. കാരണം ആ സമയത്ത് ഋത്തിക് റോഷന്റെ കഹുനാ പ്യാർ റിലീസായി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സിനിമ വലിയ ഹിറ്റായിപ്പോയി. ഞങ്ങളുടെ സിനിമ കുറച്ച് അത്രയ്ക്ക് ശരിയല്ലായിരുന്നു. പക്ഷെ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ഐ ഫെൽറ്റ് റെഡിം സർ. എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ കഷ്ടപ്പെടുന്നതിനേറ്റ ഫലം ഒരു ദിവസം കിട്ടിയിരിക്കും. അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം താങ്കളുടെ മകൾക്ക് നാഷണൽ അവാർഡ് ലഭിച്ചു. അതിനേക്കാൾ ഒരു സന്തോഷമായ കാര്യം എന്താണ് സർ? എനിക്ക് ആ മൊമെന്റ് ഓസ്കറിനേക്കാൾ വലുതാണ്, സത്യമായിട്ടാ പറയുന്നത്. ഞാൻ സോനം ഇങ്ങനെ പതുക്കെ നടന്ന് സ്റ്റേജിലോട്ട് കയറുന്നത് നോക്കിക്കൊണ്ടിരുന്നു. അതിനുശേഷം നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് പ്രണാബ് മുഖർജി സാർ, ഞാൻ അദ്ദേഹത്തിനോട് വല്ലാത്തൊരു റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ്. അദ്ദേഹം ആ സർട്ടിഫിക്കറ്റ് എടുത്ത് ഇങ്ങനെ കൊടുത്തതും ഞാൻ സ്വർഗത്തിലായിരുന്നു. വളരെ സന്തോഷമാണ്. സോ ഇപ്പോൾ ഈ ഇമോഷണൽ മൊമെന്റിനോടൊപ്പം നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ അനിൽ കപൂറിന് മേലുള്ള അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു സമയം വരും, ഞാൻ ഈ മൂലികയൊക്കെ എടുത്ത് ജനങ്ങൾക്ക് കൊടുക്കും. ലോകം മുഴുവനും ഞാൻ കൊടുക്കും. അതിനുശേഷം വലിയൊരു പണക്കാരനായിട്ടും വിജയിച്ചവനായിട്ടും ഇരിക്കും ഞാൻ, ഈ മൂലിക മാത്രം വിറ്റ്. താങ്കളുടെ സംസാരം കേൾക്കുമ്പോൾ ബാബ രാംദേവ് ആയതുപോലെ തോന്നല്ല. അല്ല, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ബാബ രാംദേവ് ആയ മാത്രം മതിയല്ലോ. 20,000 കോടിക്ക് ഞാനൊരു കമ്പനി വെക്കത്തില്ലേ?
വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അനിൽ കപൂറിനോട്. ആപ്കി അദാലത്തിലെ അടുത്ത ഭാഗം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ അനിൽ കപൂറിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം അദ്ദേഹം ആരെയും അനുസരിക്കില്ല എന്നുള്ളതാണ്. ഒരു നല്ല പാട്ടുണ്ടല്ലോ, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും ആര് പറഞ്ഞാലും കേൾക്കില്ലെന്ന്. താങ്കൾ തന്നെ പറഞ്ഞിരുന്നു, ധാരാളം പേർ താങ്കളോട് പറഞ്ഞിരുന്നു കല്യാണം കഴിക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന്. എന്നിട്ടും താങ്കൾ കല്യാണം കഴിച്ചു. താങ്കളോട് താങ്കളുടെ സുഹൃത്തുക്കൾ എല്ലാവരും പറഞ്ഞു ഈ ഗാന്ധിജിയുടെ സിനിമ ചെയ്യാൻ പാടില്ല, അത് ഫ്ലോപ്പ് ആവുന്നു. പക്ഷെ ചെയ്തു. എന്തിനാ ഇത്രയ്ക്ക് വാശി? ഇല്ല, എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, അതായത് എല്ലാവരും കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചു. ഇപ്പോഴും ആയിരിക്കും അവളുടെ കൂടെ തന്നെയാ. 43 years ആയി. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയല്ലേ? ഗാന്ധിയുടെ സിനിമ ചെയ്യുന്ന സമയത്ത് എല്ലാവരും എന്താ ശരിയാണോ പറഞ്ഞത്? തെറ്റാണെന്ന് സുനിത മാഡം പറയും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും എന്റെ സ്വന്തം വീട്ടിൽ പേടിച്ചോണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഗാന്ധിയുടെ സിനിമ ചെയ്യേണ്ടെന്ന് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി. സോ പുക്കാറിനും എനിക്ക് നാഷണൽ അവാർഡ് കിട്ടി, പിന്നെ ഗാന്ധി മൈ ഫാദറിനും എനിക്ക് നാഷണൽ അവാർഡ് കിട്ടി. ഇതിനേക്കാൾ എന്താ വേണ്ടത്? ഇപ്പോഴും പല ആൾക്കാർ പറയും ദാറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിംസ് മേഡ് ഫ്രം ദിസ് കൺട്രി. അത് ഇതും സത്യം തന്നെയല്ലേ? താങ്കളോട് പലരും പറഞ്ഞിരിക്കുകയാണ് താങ്കൾ പാടാൻ പാടില്ലെന്ന്. പക്ഷെ താങ്കൾ ആ സിനിമ ഏതാണ്? ചമേലി. അതെ, ചമേലിക്ക് സാദി. അതവര് പറഞ്ഞത് സത്യമാ. അതുകൊണ്ട് ഇതൊരു പാട്ട് പാടത്തെ. പിന്നെ താങ്കൾ ഏതോ ആൽബം ചെയ്തതായിട്ട് കേട്ടു. അതും ശരിയാണോ? തെറ്റാണ്, അതും തെറ്റാണ്. സൽമ ആഗയോടൊപ്പം. വല്ലാണ്ട് വേസ്റ്റ് ചെയ്തു ഞാൻ. ഇതിനുശേഷവും തിരിച്ച് ഞാൻ ബോംബെക്കൊക്കെ പോയിട്ട് പിന്നെയും റിഹേഴ്സൊക്കെ ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് പിന്നെയും എനിക്കൊരു വിശ്വാസമുണ്ട്, ഞാൻ ഒരു വലിയ സിംഗർ ആയിരിക്കും. അതുപോലെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് യശ് ചോപ്ര ചാന്ദിനിയിൽ താങ്കൾക്ക് നൽകേണ്ട റോൾ അവസാനം ഋഷി കപൂറിന് ഓഫർ ചെയ്തെന്ന് കേട്ടു. ഇതുപോലത്തെ ഒരുപാട് റോൾസ് ഉണ്ട്. അതായത് എന്താ തോന്നുന്നത് വെച്ചാൽ, ബാസിഗർ റോൾ, അതായത് ഷാറുഖ് ചെയ്ത റോൾ എനിക്ക് അബ്ബാസ് മസ്താൻ സാറാണ് ഓഫർ ചെയ്തത്. ചാന്ദിനി റോൾ എനിക്ക് കിട്ടി. എനിക്ക് ചില സമയം എന്താ തോന്നുന്നത് വെച്ചാൽ, ഈ കാര്യമൊക്കെ ഞാൻ എൻ്റെ ഡാഡിയുടെ അടുത്ത് നിന്നാണ് പഠിച്ചത്. യൂസഫ് സാറുണ്ട്, രാജ് സാറുണ്ട്. അക്കാലത്തിലൊക്കെ ആക്ടേഴ്സ് നോക്കുവാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആ റോള് സൂട്ടാവില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് ചെയ്യാൻ പാടത്തേയില്ല. ആ ഡയറക്ടറും പ്രൊഡ്യൂസറും എന്തുകൊണ്ട് അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് എനിക്കറിയില്ല. എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, ഐ ആം ദ റോൾ, ഐ എം നോട്ട് ദ 100% ചോയ്സ് ഫോർ ചാന്ദിനി മൂവി. അത് ഋഷി കപൂർ സാർ അടിപൊളിയായിട്ട് ചെയ്തു. അതുപോലെ അബ്ബാസ് മസ്താൻ സാർ എൻ്റെ അടുത്ത് വന്നപ്പോൾ, ഈ റോളിന് നിങ്ങൾ എന്തെങ്കിലും ഒരു ന്യൂ കമ്മറിനെ എടുക്കുകയാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും ഞാൻ പറഞ്ഞു. ന്യൂ കമ്മറിനാണെങ്കിൽ ഒരു ഇമേജും കാണത്തില്ല. അദ്ദേഹം വളരെ കറക്റ്റായിട്ട് ചെയ്തു. അദ്ദേഹം ഷാറുഖിനെ സെലക്ട് ചെയ്തു. ആ സമയം ഷാറുഖിനെ ആർക്കും അറിയത്തില്ല. ഷാറുഖ് എന്ന സിനിമ ചൂസ് ചെയ്ത് ഷാറുഖ് ഖാൻ ആ സിനിമ ചെയ്തു. ഇന്ന് ഷാറുഖ് ഖാനായിട്ടുണ്ട്. അതിനുവേണ്ടി ഇങ്ങനെയും പറയാൻ പറ്റത്തില്ല. ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തു, അത് മറ്റുള്ള ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അതായത് സ്ലം ഡോഗ് മില്ലിയനർ ഉണ്ട്. ഇന്നുള്ള ഒരുപാട് ആർട്ടിസ്റ്റ് അത് ചെയ്യാൻ നോക്കിയിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് പേർക്ക് മിസ്സായി. ഇതുപോലെ ഒരുപാട് സിനിമകളുണ്ട്. പരമ്പരയെന്നൊരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമ ഞാൻ ചെയ്യാണ്ട് വിട്ടത് തന്നെ നല്ലതായിപ്പോയി. ഐ തിങ്ക് ദാറ്റ്സ് വൺ ഓഫ് ദി യശ് ചോപ്രാസ് വൺ ഓഫ് ദി വീക്കസ്റ്റ് ഫിലിം. എനിക്ക് ആ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ഐ ആം ബീങ് ഹോണസ്റ്റ്. എനിക്ക് ആ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ആ റോൾ ഇഷ്ടപ്പെട്ടില്ല. ഞാനത് ചെയ്യത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. ഐ ഹാവ് ടു ബി വെരി ഓണസ്റ്റ് വിത്ത് ഹിം. ഞാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു, പറ്റത്തില്ല എന്നേ പറഞ്ഞു. എനിക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ, ഇന്നും അദ്ദേഹത്തിനോടൊപ്പം എനിക്കൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. ഇന്നും വെരി ഹോണസ്റ്റ്, വെരി സ്ട്രേറ്റ് ഫോർവേഡ്. എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല, ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞേക്കോ അങ്ങോട്ട്. വേണ്ടെങ്കിൽ വേണ്ട. അതായത് സംടൈംസ് യു ഹാവ് ടു ബി വെരി സ്ട്രേറ്റ് ഫോർവേഡ് ആൻഡ് ഹോണസ്റ്റ്. യശ് അതിന് എങ്ങനെയാണ് react ആവശ്യമില്ലെന്ന് ചെയ്യുന്നത്? താങ്കളുടെ ഈ അദ്ദേഹം ഒരുപാട് വാക്കുകൾ അപ്സെറ്റായി. അദ്ദേഹം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരുപാട് വർഷം നിങ്ങൾ ഐ തിങ്ക് ഒരുപാട് പേര് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞില്ല, ഒരുപാട് പേര് പറഞ്ഞു അദ്ദേഹം ഹേർട്ടായി പോയെന്ന്. എന്ത് ചെയ്യാൻ പറ്റും? അതിനുശേഷം വന്ന് ഐ ഹോപ്പ് വി ബിക്കേം വെരി ക്ലോസ് ലേറ്റർ ഓൺ. ഏതോ ഒരിടത്ത് ടൈം പാസസ്, വിൽ കം ടു നോ. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ഹേർട്ട് ചെയ്യാനായിട്ട്, യു ആർ നോട്ട് ട്രൈങ് ടു ഹേർട്ട് എനിബഡി. യു ആർ ജസ്റ്റ് ബീങ് ഹോണസ്റ്റ് ആൻഡ് യു ആർ ജസ്റ്റ് പ്രൊട്ടക്ടിങ് യുവർ കരിയർ വിച്ച് എവർ ഫീൽസ് യു റൈറ്റ്. ദാറ്റ്സ് വാട്ട് ഐ ഡിഡ്. ഒരു പ്രാവശ്യം താങ്കളുടെ ആക്ടിംഗ് കരിയറിൽ നിന്ന് റെസ്റ്റ് എടുക്കണമെന്ന് താങ്കൾ ആഗ്രഹിച്ചതായിട്ട് കേട്ടു. സത്യമാണോ? കുറെ വർഷങ്ങൾ. അതെ, ഞാൻ എടുക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഐ ലുക്ക് അപ്പ് ടു ദിലീപ് കുമാർ സർ, അമിതാഭ് ബച്ചൻ സർ, ആൻഡ് യുനോ നസറുദ്ദീൻ ഷാ, കമലഹാസൻ സർ. യുനോ ഇവരൊക്കെ ലെജൻസ് ആണ്, വലിയ ലെജൻസ് ആണ്. 5 വർഷം ഇവരൊക്കെ ബ്രേക്ക് എടുത്തു. അതെടുത്തിരിക്കാൻ പാടില്ല. കുദാ കവയ്ക്ക് ശേഷം അദ്ദേഹം ന്യൂയോർക്ക് പോയി. അവിടെ പോയിട്ട്
ഹി ലിവ് ലൈക്ക് എ നോർമൽ ലൈഫ്. പിന്നെ എനിക്കും തോന്നി ആ സമയത്ത് അമിതാഭ് സാർ ചെയ്യുവാണെങ്കിൽ അത് വലിയ കാര്യമല്ലേ, അപ്പോൾ നമ്മളതൊക്കെ ചെയ്യണം. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. അപ്പം ഞാൻ അർമാൻ ഷൂട്ടിങ്ങിലായിരുന്നു. അപ്പം ഞാനും 25 ഇയേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്താലോ എന്ന് ആലോചിച്ചു. അപ്പോൾ അമിതാഭ് സാർ പെട്ടെന്ന് കയറി പറഞ്ഞത്, എടാ വേണ്ട, ഇങ്ങനെ ബ്രേക്ക് എടുക്കാൻ പാടില്ലെന്ന്. നീ ബ്രേക്ക് മാത്രം എടുത്തേക്കല്ലേ. യുനോ ഇമ്മീഡിയറ്റ്ലി ഞാൻ പോയി 2 സിനിമ സൈൻ ചെയ്തു അന്ന് തന്നെ. സോ എൻ്റെ കരിയർ വന്നിട്ട് 40 അല്ല, ആക്ച്വലി 38 വർഷമായുള്ളൂ. 38 ഇയേഴ്സിൽ ഞാൻ ഒരു ബ്രേക്ക് പോലും എടുത്തിട്ടില്ല, ഇതിന് ശേഷവും ഇല്ല. അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രത്തോളം താങ്കളെ സ്നേഹിക്കുന്നത്, എല്ലാ സിനിമകളും കാണുന്നത്. ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണം? സർ, താങ്കളുടെ ലൈഫ് സ്റ്റൈലിൽ എന്ത് ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്? അതായത് 38 വയസ്സ് മുതൽ താങ്കൾ ഈ ഇൻഡസ്ട്രിയിലുണ്ട്. സോ ഒബ്വിയസ്ലി ഇവിടെ നിറയെ മാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. ടൈം അതുപോലുള്ളത്. ഇവിടെ നോക്കിയ സ്റ്റെബൻ എന്ന കുറ്റച്ചാർത്ത് താങ്കളുടെ മേലുണ്ട്. താങ്കൾ ലൈഫിൽ സ്റ്റെബൻ ആണോ ഇല്ലെങ്കിൽ സാഹചര്യം അനുസരിച്ച് മാറുമോ? ഇപ്പോൾ ഉള്ള യങ്സ്റ്റേഴ്സ് ഒക്കെ വെരി ഷാർപ്പ്. സോ ദേ വിൽ നോട്ട് അക്സെപ്റ്റ് യു ഇഫ് യു ആർ ഡൂയിങ് സംതിങ് ആൻഡ് വിച്ച് ദേ ഫീൽ ഇദ്ദേഹം എന്താ ഈ ചെയ്യുന്നത്, കാരണം അവർ ഫീൽ ചെയ്യും. പിന്നെ നീ ഇതൊക്കെ ചെയ്യണ ജനങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ തന്നെ അത് ചെയ്യാണ്ടിരിക്കും ആക്ച്വലി. പക്ഷേ ഇതും സത്യം തന്നെയല്ലേ? താങ്കളുടെ ഹെയർ സ്റ്റൈൽ, മീശ, താങ്കളുടെ പേഴ്സണാലിറ്റി, ഇതൊന്നും തന്നെ ഒരു സിനിമയ്ക്ക് വേണ്ടിയും താങ്കൾ മാറ്റാറില്ല. എന്താ സാറി പറയുന്നത്? ഞാൻ ചെയ്ത അളവിന് വേറെ ആരും ചെയ്തില്ല. ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് സിനിമകൾ. എന്റെ കരിയർ തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ മറ്റേ 7 days തൊട്ട് ആ അല്ലേ, പടം എന്നെ വന്ന് സംബന്ധിച്ച് ഉറങ്ങി എഴുന്നേറ്റാലും താങ്കൾ ഇങ്ങനെ തന്നെയായിരിക്കും. എന്തേലും പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് വന്ന് രാവിലെ നോക്ക്. സാർ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ സാർ ഇപ്പോൾ നമ്മളൊക്കെ സാർ നിങ്ങളുണ്ട്, ഞാനുണ്ട്. സാർ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ മനസാക്ഷിയോടൊന്ന് ചോദിക്കുക. അതായത് നമ്മുടെ ചിന്ത, പിന്നെ നമ്മുടെ തലച്ചോറ്, പിന്നെ നമ്മുടെ മനസ്സ്, നമ്മുടെ സോൾ, സ്പിരിച്വാലിറ്റി, ഇന്റലക്ച്വലി നമുക്കത് ഒരു സ്വരത്തിലുണ്ടാവണമെങ്കിൽ കഷ്ടപ്പെടണം സാർ, ഇല്ലെങ്കിൽ അത് സംഭവിക്കില്ല. കഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും തന്നെ കിട്ടില്ല. ഞാനിന്ന് കാണാൻ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ, ഇതാ ഇങ്ങനെ ഫിറ്റായിട്ടിരിക്കുവാണെങ്കിൽ, ഞാനിന്നിങ്ങനെ ഇരിക്കാനുള്ളൊരു കാരണമാണെങ്കിൽ, ഇങ്ങനെ ഇരിക്കാനൊരു ചാൻസ് തന്നിട്ടുണ്ടെങ്കിൽ, ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം, ഇത്രയും ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ ഒരു ചാൻസ് തന്നേക്കുവാ. നിങ്ങൾ വന്ന് എന്നെ ചോദ്യം ചോദിക്കുന്നത് പോലെ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് സാർ. ഇല്ലെങ്കിൽ എന്നെ ഇവിടെ നിങ്ങൾ വിളിച്ചിരുത്തുവോ ഇങ്ങനെ? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? തീർച്ചയായും. ലൈഫിൽ എന്തെങ്കിലും ഒന്ന് സാധിക്കണോ ഇല്ലയോ? ജനങ്ങൾക്ക് ആരെയാണോ ഇഷ്ടം, ആരെയാണോ അവർ കൂടുതൽ ബഹുമാനിക്കുന്നത്, അങ്ങനെയുള്ള വ്യക്തികളെയാണ് ഞാൻ വിളിക്കുന്നത്. അതിനല്ലേ സാർ കഷ്ടപ്പെടുന്നത്? ഇങ്ങോട്ടൊക്കെ വരാനല്ലേ സാർ? അതിനുവേണ്ടിയാണ്, ഈ ഷോയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാൻ കഷ്ടപ്പെട്ടത്. എന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ജനങ്ങൾ താങ്കളെ ഏജ്ലെസ് എന്നാണ് വിളിക്കുന്നത്. അനിൽ കപൂറിന്റെ ഏജ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം എപ്പോഴും യങ് ആണെന്നാണ് അവർ ഈ പറയുന്നത്. ചോദ്യമാണ് കുറെ നേരമായി ചോദിക്കണമെന്ന് വിചാരിച്ചത്. ഇതിന് കാരണം എന്താണ്? ഇപ്പോഴും താങ്കളെ കണ്ടാൽ 30 വയസ്സേ പറയൂ. ഞങ്ങളോട് ആ രഹസ്യം ഒന്ന് പറഞ്ഞു തരൂ സാർ. ഞാൻ നിങ്ങളെ ഇവിടുന്ന് തന്നെ ഹഗ് ചെയ്തോളാം. എന്നാലും ആ രഹസ്യം അവരോട് പറഞ്ഞതേ ഇല്ലല്ലോ. ഞാൻ ഈ രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൂടെയുള്ള മറ്റുള്ള ആർട്ടിസ്റ്റ്, അതായത് കോ ആർട്ടിസ്റ്റ് എല്ലാവരും തന്നെ ഇത് സീക്രട്ട് ആണ് സാർ. ഈ സീക്രട്ട് ഞാൻ എൻ്റെ അകത്ത് തന്നെ, ഇതെൻ്റെ ഒരു ഒറ്റമൂലി ആയിക്കോട്ടെ സാർ. എനിക്കൊരു സമയം വരും, ആ സമയം വരുമ്പോൾ ഞാൻ ഈ മൂലിക എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും. ലോകം മുഴുവനും ഞാൻ കൊടുക്കും. അതിനുശേഷം വലിയൊരു പണക്കാരനായിട്ടും വിജയിച്ചവനായിട്ടും ഇരിക്കും ഞാൻ, ഈ മൂലിക മാത്രം വിറ്റ്. താങ്കളുടെ സംസാരം കേൾക്കുമ്പോ ബാബ രാംദേവ് ആയതുപോലെ. അല്ല, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ബാബ രാംദേവ് ആയ മാത്രം മതിയല്ലോ. 20,000 കോടിക്ക് ഞാനൊരു കമ്പനി വെക്കത്തില്ലേ? അടുത്തതായി അനിൽ സാർ, ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ താങ്കൾ അവരെ കൂടുതൽ എന്റർടൈൻ ചെയ്യണമെന്ന്. ആക്ച്വലി ഈ സിനിമയില് അർജുൻ കപൂർ എൻ്റെ ചേട്ടൻ്റെ മോനാണ്, എൻ്റെ മോനാണ് അവൻ. അവൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനായിട്ട് എനിക്കൊരു ചാൻസ് കിട്ടി. അതിലെല്ലാ പാട്ടിലും അവൻ തന്നെ പാടിയത്. പിന്നെ 1-2 പാട്ടിൽ മാത്രം ഞാൻ ഡാൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ച്. ഏത് പാട്ടാണ് നിങ്ങൾ ഇടാൻ പോകുന്നത്? നിങ്ങൾ എന്ത് പാട്ടിട്ടാലും ഞാൻ എന്തായാലും കളിച്ചേക്കും.
വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറ്റങ്ങൾ ആരോപിച്ചു, ചോദ്യങ്ങൾ ചോദിച്ചു. സൂപ്പർ സ്റ്റാർ അനിൽ കപൂറിനോട് അദ്ദേഹത്തിന്റെ ലെങ്തി കരിയറിനെ പറ്റി ചോദിച്ചു, ലൈഫിനെ കുറിച്ച് ചോദിച്ചു, അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ പറ്റി ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു. അദ്ദേഹം അതിന് വ്യക്തമായ ഉത്തരം നൽകി. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ ജഡ്ജിയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ ഈ ആപ്കെ അദാലത്തില് ഈ വിചാരണ വളരെ വ്യത്യസ്തമായിരുന്നു. കാലത്തിന്റെ പാരമ്പര്യം എന്താണെന്ന് വെച്ചാൽ ജഡ്ജിന് കുറ്റം ചെയ്തവരോടും ഈ വിചാരണയോടും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ ഉത്തരം പറയാൻ കേസ് ഒന്ന് മാറ്റിവെക്കണം. ശരിക്കുള്ള അഭ്യർത്ഥന ഇതാണ്. ഈ കസാര ലഭിക്കുന്നതിന് മുമ്പ് ഈ കോടതി ഒരുപാട് കൊല്ലങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്ന ഈ കലാകാരനോട് കടുത്ത ആരാധകനായി ഉണ്ടായിട്ടുണ്ടാവണം. അതുകൊണ്ട് ഈ വിചാരണയ്ക്ക് ഞാൻ ജഡ്ജായി വരണോ വേണ്ടേ എന്ന് കുറെ പ്രാവശ്യം ആലോചിച്ചു. പക്ഷേ ഇതാണ് രീതി. ഇതിന് നിയമരീതികളൊന്നുമില്ല. ഈ നാടിന്റെ പ്രധാനപ്പെട്ട ജഡ്ജ് ക്രിക്കറ്റിനോട് താല്പര്യമുള്ളതുകൊണ്ട് അർദ്ധരാത്രി അവരുടെ വീട്ടിൽ ക്രിക്കറ്റിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ ഈ കോടതിയിൽ നിർത്തുന്നത് അദ്ദേഹം പറയുന്ന സാക്ഷികളും തെളിവുകളും എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം, അതായത് സാക്ഷികളും തെളിവുകളും നൽകിയതിനു ശേഷം, എല്ലാം കണ്ടതിനു ശേഷം മിസ്റ്റർ ഇന്ത്യയെ ഇവിടെ നിർത്തുന്നത് ഇത് അന്യായമായ ഒരു പ്രവൃത്തിയാണ്. ആരൊക്കെ അദ്ദേഹത്തെ ജീവിതത്തിലും സ്ക്രീനിലും അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ടാവുമോ അവരത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ അദ്ദേഹം എപ്പോഴും പൊക്കുന്ന ഒരു റോസാണ്. എല്ലാ സമയങ്ങളിലും ഫ്രഷായിരിക്കും. അദ്ദേഹത്തിന്റെ ആ മണം എല്ലാവർക്കും കൃത്യമായി എത്തിക്കുന്നു. അവരുടെ ജീവിതം സന്തോഷകരമാക്കുന്നു. അദ്ദേഹം എപ്പോഴും ഒരു ചെറുപ്പക്കാരൻ തന്നെയായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്ന വിധി എന്താണെന്ന് വെച്ചാൽ, ഇതുപോലത്തെ ഒരു പൗരനെ സ്വാതന്ത്ര്യരാക്കണം. അദ്ദേഹം നമ്മളെ എന്നേക്കുമായി സന്തോഷിപ്പിക്കണം. ആപ്കി അദാലത്തിന്റെ ഇത്രയും നാളത്തെ ചരിത്രത്തിൽ ഒരു ജഡ്ജി അക്യൂസ്ഡിന്റെ ഫാൻ ആയിരിക്കുകയാണ്. വിശ്വാസത്തോടുകൂടി, മര്യാദയോടുകൂടി അനിൽ കപൂർ സാർ ഇതുപോലെ ജനങ്ങളെ എന്റർടൈൻ ചെയ്തുകൊണ്ടേയിരിക്കണം. അവരുടെ ഹൃദയം കീഴടക്കണം. ഇന്നത്തെ വിചാരണ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ഗസ്റ്റിനോടൊപ്പം നിങ്ങളെ വന്ന് കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.